ദൈവം നമ്മളെ രക്ഷിക്കുന്നത് ആത്മാവിൽ നമുക്കില്ലാതെ പോയ ജീവൻ, അതായത് ആത്മാവിന് നഷ്ടപ്പെട്ട ജീവനെ രണ്ടാമത് തന്നിട്ടാണ്. അത് പരിശുദ്ധാത്മാവിനെ നമ്മളിൽ അയച്ച് ആ ജീവനെ വീണ്ടും ജ്വലിപ്പിച്ചിട്ടാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ ജീവനാണത്. ആ ജീവനാണ് നമുക്ക് പകർന്നു തരുന്നത്. നമ്മുടെ സ്വാഭാവിക ജീവൻ എന്ന് പറയുന്നത് ക്രിസ്തുവിനെതിരാണ്. അത് നമ്മൾ കണ്ടു. നമ്മൾ സ്വാഭാവികമായ നമ്മുടെ എല്ലാ ചിന്തകളും ക്രിസ്തുവിനെതിരാണ്. അത് രാവിലെ നമ്മളത് മനസ്സിലാക്കിയത്. ഈ ലോകത്തിൻ്റെ പ്രഭുവിന് അനുരൂപമായ ഒരു ചിന്താഗതികളാണ് ഒരു സ്വാഭാവിക മനുഷ്യനുണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുകയുള്ളൂ. അവൻ സന്യാസത്തിന് പോയാലും അവൻ ഈ ലോകത്തിൻ്റെ പ്രഭുവിൻ്റെ ആ ഇഷ്ടത്തിലേക്കാണ് അവന് ആത്യന്തികമായി അവനെ തന്നെയാണ് സ്നേഹിക്കുന്നതും അവനെ തന്നെയാണ് അവൻ ഉയർത്തുന്നതും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത്, സ്വാഭാവിക മനുഷ്യരായിട്ട് നമ്മൾ അവശേഷിക്കുമ്പോൾ എത്ര സൽപ്രവൃത്തികൾ നമ്മൾ ചെയ്താലും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് യേശു അല്ല. നമ്മുടെ ടാർഗറ്റ് ഈ ലോകത്തിൻ്റെ മഹത്വമാണ്. സ്വാഭാവിക മനുഷ്യൻ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ, ക്രിസ്തുവിൻ്റെ ചിന്തകളാൽ നമ്മെ നിറയ്ക്കുവാൻ, അവൻ്റെ മഹത്വത്തെ കൊതിപ്പിക്കുവാൻ. നമുക്കതൊരു മഹത്വമായിട്ടൊന്നും തോന്നില്ല. സ്വാഭാവിക മനുഷ്യന് യേശു ജീവിച്ച ജീവിതത്തിൽ ഒരു മഹത്വവും തോന്നില്ല. എന്നാൽ ഈ ലോകത്തിൻ്റെ പ്രഭുവിൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങളിലാണ് മഹത്വം നമുക്ക് സ്വാഭാവിക മനുഷ്യന് തോന്നുന്നത്. എന്നാൽ ആ അട്രാക്ഷനിൽ നിന്ന് ഇവനെ രക്ഷിച്ച് യേശുവിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അതിന് കാരണം നമുക്കറിയാം, അന്ന് വരെ ഇങ്ങനൊരു വാക്യം ബൈബിളിലുണ്ട്, പുതിയ നിയമത്തിൽ. അന്ന് വരെ ദൈവത്തിൻ്റെ ആത്മാവ് ഭൂമിയിലേക്ക് വന്നിട്ടില്ലായിരുന്നു. കാരണം യേശു ക്രിസ്തു മഹത്വീകരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യേശു മഹത്വീകരിക്കപ്പെട്ട ശേഷമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വന്നത്. മഹത്വീകരിക്കപ്പെട്ട ആത്മാവാണ്. അത് വരാൻ കാരണം എന്തിനു വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ രക്ഷിക്കാൻ മഹത്വത്തിൻ്റെ പ്രത്യാശ നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായും ഈ ലോകത്തിൻ്റെ മഹത്വത്തിൻ്റെ അടിമകളാണ്. നമുക്കത് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. ആ ഇഷ്ടങ്ങളിൽ നിന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ രക്ഷിക്കുന്നത്. അത് പതുക്കെ പതുക്കെ യേശുവിൻ്റെ ജീവനോടുള്ള ഒരാഗ്രഹം നമ്മുടെ ഉള്ളിൽ തന്നുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് അത് സാധിക്കുന്നത്. റോമാലേഖനം 8:23 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ, 8:19 തൊട്ട് വായിക്കുമ്പോൾ, നമ്മൾ റോമാലേഖനത്തിലേക്ക് കൂടുതൽ വിശദമായിട്ട് വരുമ്പോൾ അത് നമ്മൾ കാണും. പ്രത്യേകിച്ച് വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് വരും. അപ്പോൾ രാവിലെ നമ്മൾ കണ്ടത് ഒരു വലിയ സ്ട്രഗിളാണ്. സ്വാഭാവിക പുത്രനായ ക്രിസ്തു, ഏകജാതനായ ക്രിസ്തുവും ദത്തുമക്കളായ നമ്മളും തമ്മിലുള്ള ഒരു സ്ട്രഗിളുണ്ട്. ദൈവത്തിൻ്റെ സ്വപ്നം നമ്മളെ ദത്തെടുക്കുമ്പോൾ, നമ്മൾ ശത്രുക്കളായിരുന്നു. നമ്മളെ ദത്തെടുക്കുമ്പോൾ പിതാവിൻ്റെ സ്വപ്നം അവൻ്റെ പുത്രനെ പോലെ ഇവരെ ആക്കാം എന്നായിരുന്നു. ആ ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ മക്കളെ ദൈവം ദത്തെടുക്കുന്നത്, നമ്മളെ ദത്തെടുക്കുന്നത്. എന്നാൽ നമ്മൾ ഭയങ്കര റെസിസ്റ്റൻസാണ് ദൈവത്തിന് കൊടുക്കുന്നത്. നമുക്ക് യേശുവിനെ പോലെ ആകണ്ട, നമുക്ക് നമ്മുടെ പഴയ പിതാവിൻ്റെ ആ പരിപാടി മതി. സ്വാഭാവിക മനുഷ്യൻ അതിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പം ദൈവത്തിൻ്റെ ആത്മാവ് ഞരക്കത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ യേശുവിന് സ്വരൂപത്തോട് അനുരൂപരാക്കാൻ വേണ്ടി ഞരക്കത്തോടെ പക്ഷപാതം ചെയ്യാണ്. ദൈവത്തിൻ്റെ ആത്മാവ് മാത്രമല്ല ഞരങ്ങുന്നത്, ആത്മാവ് നമ്മളിലുണ്ടെങ്കിൽ നമ്മളിലും ആ ഞരക്കം ആരംഭിക്കും. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന സൃഷ്ടി മുഴുവൻ നമ്മുടെ വെളിപ്പാടിന് വേണ്ടി, ദൈവമക്കളെന്ന വെളിപ്പാടിനും തേജസ്സിനും വേണ്ടി അവരെല്ലാം ഞരങ്ങിക്കൊണ്ടിരിക്കും. ഇതൊരു വലിയ ഞരക്കം ഈ സൃഷ്ടിയുടെ നടുവിലേക്കും നമ്മുടെ ഉള്ളിലേക്കും കടത്തിവിട്ടത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അധിവാസമാണ്. ഈ ഞരക്കത്താലാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. ഈ ഞരക്കം നമ്മുടെ ഉള്ളിലുള്ളതാണ് ശരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും അന്യഭാഷ പറയുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലുള്ളത് എന്നതിൻ്റെ തെളിവെന്ന്. അതല്ല ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ തെളിവ്. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് യേശുവിനെ പോലെ ആകാനുള്ളൊരു ഞരക്കം എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ ലോകത്തിൻ്റെ മഹത്വത്തിന് വെളിയിൽ ക്രിസ്തുവിൻ്റെ മഹത്വം എന്താണ് എന്ന് അന്വേഷിക്കാനുള്ളൊരു ഞരക്കം. ഈ ഞരക്കം എന്നുള്ളൊരു വാക്ക് നിസ്സാര വാക്കല്ല. അത് റോമാലേഖനം 8:23 വാക്യത്തിൽ നമ്മൾ വിശദമായിട്ടത് കാണും. ആ ഞരക്കം എന്ന് പറയുന്ന ഒരു വെപ്രാളത്തോടെയുള്ളൊരു കാത്തിരിപ്പാണ്. വെപ്രാളത്തോടെ. ഞങ്ങൾക്കൊരു കുടുംബം, വളരെ നാളുകളായിട്ട് പരിചയമുള്ളൊരു കുടുംബം. ഞങ്ങളവരുടെ വീട്ടിൽ ചെന്നപ്പം സഹോദരി പറയാണ്, ചേസേ 10-18 വർഷമായിട്ടുള്ള കാത്തിരിപ്പ്. ഞാൻ എന്തിനുള്ള കാത്തിരിപ്പാ? കർത്താവ് വരാൻ. എന്താ പറയുക, ഇപ്പോൾ വിചാരിക്കുമോ ഇനി ഞങ്ങളുടെ തലമുറയുടെ കാലത്തെങ്ങാനോ വരത്തുള്ളൂ എന്ന് ഇപ്പോൾ വിഷമിച്ചിരിക്കും അവർ. ഭയങ്കര കാത്തിരിപ്പാണ്. ഞരക്കം എന്ന് പറയും, ഞരക്കം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഇത്രയും ഞരങ്ങുന്ന ആൾക്കാർ ഇന്നുണ്ടോ?
ഇന്ന് നമ്മൾ എന്തെല്ലാം കാര്യത്തിന് വേണ്ടി ഞരങ്ങുന്നു അല്ലേ? അപ്പോൾ യേശു വരുമ്പം എൻ്റെ ശരീരം തേജസ്കരിക്കപ്പെടുമെന്നുള്ള ഞരക്കം ആത്മാവ് ഞരങ്ങിക്കൊണ്ടിരിക്കുക. ആ ഞരക്കത്തോടെയാണ് കർത്താവിൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പിടിച്ചു വെച്ച് ഈ ലോകത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരാൻ വേണ്ടി പല പണിയും നോക്കുന്നുണ്ട്. നമ്മുടെ ബിസിനസ്സിനകത്ത് ദൈവത്തെ ഇടപെടുത്താനുള്ള എല്ലാ പണികളും നമ്മൾ നോക്കുന്നുണ്ട്. അതിന് പറ്റിയ പ്രവാചകന്മാരെ കൊണ്ടുവരുന്നുണ്ട്, പറ്റിയ ഉപവാസ പ്രാർത്ഥനകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ഇതെല്ലാം കണ്ട് ഞരങ്ങിക്കൊണ്ട് ഇവനെ എങ്ങനെ യേശുവിനെ പോലെ ആക്കാമെന്നുള്ളൊരു ഭയങ്കര ഞരക്കത്തിലാണ്. ഇതൊരു വലിയ സ്ട്രഗിളാണ്. ദത്തുമക്കളും സ്വാഭാവിക പുത്രനും അവരുടെ ആഗ്രഹങ്ങളും എല്ലാം വ്യത്യാസമാണ്. ഞങ്ങളിത് മനസ്സിലാക്കിയത് ഞങ്ങൾ കുഞ്ഞുങ്ങളെ ദത്തെടുത്തപ്പോഴാണ്. ഞങ്ങൾ 1.25 വയസ്സുള്ള ഞങ്ങളുടെ മകനുമായിട്ട് ആന്ധ്രയിലെ സുവിശേഷവേലയ്ക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അയൽവക്കത്ത് ഞങ്ങൾക്ക് രണ്ടാമത്തെ കൊച്ചിനെ കിട്ടുന്നത്. അവളുടെ അമ്മ എയ്ഡ്സ് ആയിട്ട് മരിച്ചു പോയിരുന്നു. വേറെ ബന്ധുക്കൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യും, കൊച്ചിനെ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്കും 2 പിള്ളേരാവും. ഞാൻ പറഞ്ഞു, സന്തോഷം, എടുക്കാം. അങ്ങനെ ഞങ്ങളുടെ ഏകജാതൻ ആദിജാതനായി മാറി, അവൻ പോലും അറിയാതെ. ഈ രണ്ടാമത്തെ ജാത, ഈ ജാതയല്ല, രണ്ടാമത് ജനിച്ച കുട്ടി, രണ്ടാമത് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന കുട്ടി വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഏകജാതനാരായത്, ആദിജാതനായത്. പക്ഷെ പ്രശ്നം ആദിജാതൻ്റെ സ്വഭാവമല്ല ഈ രണ്ടാമത് വന്ന കുട്ടിക്ക്. അവൾക്ക് ഞങ്ങളുടെ ഭാഷ അറിയില്ല, ഞങ്ങളുടെ സ്വഭാവം അറിയത്തില്ല, ഞങ്ങളുടെ വീടിൻ്റെ ചിട്ടകൾ അറിയത്തില്ല, ടോയ്ലറ്റിൽ പോകാൻ അറിയത്തില്ല. 1.5 വയസ്സുള്ള മകൻ ചെയ്യുന്നുണ്ട്, 3 വയസ്സുള്ള രണ്ടാമത്തെ മകള് റോഡിലേ ചെയ്യുള്ളൂ. ഭയങ്കര ഇൻഡിസിപ്ലിൻ. വീട്ടിലോട്ട് വരാൻ പറഞ്ഞാൽ വരത്തില്ല, റോഡിൽ കളിച്ചുകൊണ്ടിരിക്കും. രാത്രി 7 8 വീട്ടിൽ കയറത്തില്ല. ഞങ്ങൾ വീട്ടിലോട്ട് വിളിച്ചാൽ കരയാൻ തുടങ്ങും. ആകെ അസ്വസ്ഥത. എടുക്കുമ്പോൾ നല്ല രസമാണ്, ഭയങ്കര സൽപ്രവൃത്തിയാണ്. പക്ഷേ എടുത്തു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊന്ന് നേരെയാക്കി എടുക്കാൻ പെടുന്ന പാട്. ദൈവം ഇതേ പാടുപെടുന്നെന്ന് ഞാൻ ആലോചിക്കും. ഏകജാതനായ പുത്രൻ, അവൻ്റെ അതേ സ്വഭാവമുള്ള പുത്രൻ, എല്ലാം അനുസരിക്കുന്ന ഒരു പുത്രൻ ഉണ്ടായിരുന്നപ്പോൾ ഒരനുസരണവും ഇല്ലാത്ത ശത്രുക്കളായി നമ്മളെ വീട്ടിലെടുത്തതിൻ്റെ ഫലമാണ് ദൈവം ഇന്ന് കഷ്ടപ്പെടുന്ന ഞരക്കം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഞരക്കം പുത്രൻ്റെ ഡിസിപ്ലിൻ നമ്മളിൽ കൊണ്ടുവരാനുള്ള ഞരക്കമാണ്. അത് നമുക്ക് റെസിസ്റ്റൻസാണ്, അത് ഇഷ്ടമല്ല. ഇങ്ങനെ ഇവളുടെ ബഹളം സഹിക്കാനാകാതെ വന്നു, ഡിസിപ്ലിൻ ചെയ്യുന്ന സഹിക്കാൻ പറ്റാതെ വന്നു. അപ്പം ഞങ്ങളുടെ ഹൗസ് ഓണർ ഞങ്ങളോട് പറഞ്ഞു, ഒന്നുകിൽ ഈ കൊച്ചിനെ എവിടെയെങ്കിലും കൊണ്ടേ കള, ഇവളുടെ കരച്ചിലും കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അല്ലെ നിങ്ങൾ വീട് ഒഴിഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് വീട് ഒഴിയാവുന്ന ഒരു സാഹചര്യമില്ല സാമ്പത്തികമായിട്ട്. അന്ന് ഒരു തരത്തിലും വീട് ഒഴിയുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്ത് ചെയ്യും, ഞങ്ങൾ എങ്ങനെ മുൻപോട്ട് പോകും? അപ്പോൾ കർത്താവ് പറഞ്ഞു, നിൻ്റെ മകനെ കൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നമില്ല. ഈസ് വെരി ഒബീഡിയൻ്റ് ആൻഡ് ഡിസിപ്ലിൻഡ്. ഒബീഡിയൻ്റ് എന്ന് പറയാൻ മാത്രം പ്രായമായിട്ടില്ല, പക്ഷേ ഈ വാസ് വെരി ഡിസിപ്ലിൻഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവനെ കൊണ്ട് ഒരു പ്രോബ്ലമില്ല. അപ്പോൾ പിതാവിനോട് പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു, എൻ്റെ മകനെ കൊണ്ട് എനിക്കൊരു പ്രോബ്ലമില്ല. അവനോട് ക്രൂശിൽ പോയി മരിക്കാൻ പറഞ്ഞു, സന്തോഷമായിട്ട് മരിച്ചു. പക്ഷേ എൻ്റെ വീട്ടിൽ അനുസരണയില്ലാത്ത കുട്ടികളുണ്ടായത് നിന്നെപ്പോലെയുള്ള ശത്രുക്കളെ ദത്തെടുത്തതിന് ശേഷമാണെന്ന് പറഞ്ഞു. കർത്താവിനോട് പറഞ്ഞ വാക്കിതാണ്, ഞാൻ നിന്നോട് കാണിക്കുന്ന ദീർഘക്ഷമ എന്താണെന്ന് നിനക്ക് മനസ്സിലാകണമെങ്കിൽ ആ കൊച്ചിനോട് ക്ഷമിച്ചുകൊണ്ട് തുടങ്ങിക്കോളാൻ പറഞ്ഞു. അവിടെയാണ് ഞാൻ ഈ അഡോപ്റ്റഡ് ചിൽഡ്രൻ ആൻഡ് നാച്ചുറൽ ചിൽഡ്രൻ ഇത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് മനസ്സിലാക്കുന്നത്. ഈ കോൺഫ്ലിക്റ്റാണ് ദൈവാത്മാവിനെ ഞെരക്കുന്നത്. ഈ സ്വാഭാവിക പുത്രൻ എന്ത് ചിന്തിക്കുമോ ആ ചിന്തകളിലേക്ക് നമ്മളെ എത്തിക്കാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് പെടാപ്പാട് പെടുന്നത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എതിരെ ചിലപ്പോൾ പ്രാർത്ഥിക്കേണ്ടി വരുന്നത്. കാരണം സ്വാഭാവികമായി ആത്മാവില്ലാത്തൊരു ജീവിതം നമ്മൾ ജീവിച്ചാൽ സംഭവിക്കുന്ന അന്യഭാഷ നിന്നു പോകുന്നില്ല, പക്ഷെ യേശുവിന് വേണ്ടി മോഹിക്കുന്നത് നിന്നു പോകും. അതിന്ന് സഭകളിൽ നിന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ഞരക്കം ഇന്ന് സഭകളിലില്ല. പണ്ട് കാലത്ത് ഒരു പാട്ട് എഴുതുമ്പോൾ തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണുമെന്ന് പറയുമ്പോൾ അറിയാതെ തുള്ളിച്ചാടിപ്പോകും. കാരണം അത്ര ആഗ്രഹം ഉള്ളിലുണ്ട്, അല്ലേ? നീതി സൂര്യൻ വരുമ്പോൾ തൻ മുഖത്തിൽ കാന്തിയാൽ ഇരുൾ നിറം മാറിടും, അവൻ്റെ പ്രഭ എന്നിൽ വരും. ഭയങ്കര സ്വപ്നം, അത് ഭയങ്കര ഞരക്കമാണ്. ഇന്ന് അങ്ങനൊരു ഐഡിയ ഇല്ല. നിൻ്റെ അവസ്ഥ മാറും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, ദയനീയമാണ് നമ്മുടെ സ്ഥിതി. ഇത് കാണിക്കുന്നത് നമ്മൾ മോശക്കാരാന്നല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകൾ നടക്കുന്നില്ല. പ്രാണൻ്റെ ശുശ്രൂഷകളെ ആത്മാവിൻ്റെ ശുശ്രൂഷകളുടെ വേഷം കെട്ടിച്ച് നമ്മുടെ ഇടയിൽ അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. ക്രിസ്തുവിന് വേണ്ടിയുള്ള ഞരക്കം ഉണ്ടാകാത്തത് കൊണ്ട് നമ്മൾ നിസ്സഹായരാണ്. നമ്മുടെ ഉള്ളിൽ ആത്മാവിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ പറഞ്ഞത്, ആത്മാവിന് മാത്രമേ നമ്മളെ പുത്രത്വത്തിലേക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രകൃത്യ നമ്മൾ പാപികളാണ്, പ്രകൃത്യ. കാരണം അന്ന് ആദമും ഹവ്വയും ആ പഴം തിന്നുമ്പോൾ അവർ ആത്മീകരായി ആത്മാവിൽ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നതിന് പകരം അവരുടെ ബുദ്ധിയിലും വികാരത്തിലും സ്വയത്തെ അനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത് വഴി അവരെല്ലാവരും ഒരു നിമിഷം കൊണ്ട് ദേഹി മനുഷ്യരായി മാറുകയായിരുന്നു. അവരുടെ പാപം എന്ന് പറഞ്ഞത് പഴം പറിച്ചതെന്നായിരിക്കും ലംഘനം. എന്നാൽ പാപം എന്ന് പറയുന്ന സ്വഭാവം ശരിക്കും അവർ ഇനിമേൽ ആത്മീക മനുഷ്യരല്ല, അവർ ദേഹി മനുഷ്യരാണ് എന്നുള്ളതാണ്.
ഈ ദേഹിയിൽ അവരെന്ത് സൽപ്രവൃത്തി ചെയ്താലും അവരെ രക്ഷിക്കാൻ സാധിക്കില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേഹിയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ സൽപ്രവൃത്തികളും ശരിയാണോ തെറ്റാണോ എന്ന ത്രാസിന്മേൽ നമ്മൾ തൂക്കി നോക്കും. തൂക്കി നോക്കിയിട്ട് ഞാൻ ചെയ്തത് നീതിയാണെങ്കിൽ അത് ഞാനൊരു അത്തിയിലയായി ഉപയോഗിക്കും. അതില്ലാത്തവനെ ഞാൻ പുച്ഛത്തോടെ നോക്കും. അതൊരു സ്വയനീതിയായി എനിക്ക് മാറും. ഞാനിത് പറഞ്ഞ് നിങ്ങൾ ഉൾക്കൊണ്ടോന്ന് എനിക്കറിയത്തില്ല. എന്നോട് ഒരാൾ ചോദിച്ചു, സഹോദര, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുവാൻ സ്വത്തെല്ലാം വിട്ടുകൊടുക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു, ദയവായിട്ട് നീ ആ ഉപദ്രവപ്പണിക്ക് പോയേക്കരുത്. വിട്ടുകൊടുത്താലുള്ള പ്രോബ്ലം ജീവിതകാലം മുഴുവൻ നീ അത് പറഞ്ഞുകൊണ്ട് നടക്കും. കാരണം ആകെ ചെയ്യുന്ന സൽപ്രവൃത്തി അതൊന്നും ആരും ചെയ്യുന്നില്ല. ആകെ നമ്മൾ എന്തെങ്കിലും സൽപ്രവൃത്തി ചെയ്താൽ അത് നാലാളറിയാതെ ഒരു സമാധാനവും ഇല്ലാത്ത ഒരു കൂട്ടരാണ് നമ്മൾ. ഒരു ദിവസം ഉപവാസം എടുത്താൽ പോലും അത് ഞായറാഴ്ച എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞിരിക്കും, ഞാൻ ഒരു ദിവസം ഉപവാസം എടുക്കാൻ ദൈവം എന്നെ സഹായിച്ചു. ഇത് പറയാതിരിക്കാൻ നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല. ഇത് എങ്ങനെയെങ്കിലും 4 പേർ അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് ചെയ്യാത്തവൻ, അവനൊരു പ്രാർത്ഥനയൊന്നും ഇല്ലാതെ നടക്കുക. ഞാനുണ്ട് എന്നർത്ഥം, ഞാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്താലും നമ്മൾ കമ്പയർ ചെയ്തിരിക്കും. പരീക്ഷമാർ അങ്ങനെയായിരുന്നു, അവർ നല്ല മനുഷ്യരായിരുന്നു. പക്ഷെ അവരുടെ പ്രോബ്ലം, അവരുടെ നീതി അവരെ അങ്ങ് നന്നാക്കി, ബാക്കിയുള്ളവരെല്ലാം അവരുടെ കണ്ണിൽ മോശമാക്കി. അപ്പോൾ നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കി, ഇവിടെ നിന്ന് നേരെ തിരുവനന്തപുരം വരെ ആദ്യം ഓടിയെത്തുന്ന ആളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു കഠിനമായ കൽപ്പന ദൈവം തന്നാൽ, നമ്മളെല്ലാവരും കൂടെ ഓടാൻ തുടങ്ങിയാൽ, ഏറ്റവും തടിയനെന്ന് ഒരുപക്ഷെ ചിന്തിക്കുന്ന ഞാൻ ഏറ്റവും പുറകിലായിരിക്കും. നിങ്ങളെല്ലാം ആദ്യം ചെല്ലുമായിരിക്കും. ആദ്യം ചെന്നിട്ട് ആ ജഡ്ജിയുടെ കൈ ക്ഷയിക്കാൻ ചെയ്യുന്നവൻ്റെ മുഖം ഒന്ന് നോക്കി അറിയാം നമ്മളോടുള്ള പുച്ഛം എന്തായിരിക്കും എന്നുള്ള കാര്യം. നീയൊക്കെ ഓടി എവിടെയാണ് എത്തിയെന്നുള്ള പുച്ഛം. ഇവനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുമോ? കൽപ്പന അനുസരിച്ചവൻ്റെ ഗതികേടാ അത്. കൽപ്പന അനുസരിക്കാത്തവനെ പിന്നെ നോക്കിയിട്ടും കാര്യമില്ല. കാരണം അവൻ പിന്നെയും ലംഘനം മൾട്ടിപ്ലൈഡാ. അപ്പോൾ ഒരു കൽപ്പന വഴി ഒരുത്തിനെ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാൻ കാരണം ഈ സ്വയത്തിനകത്ത് നന്മ തിന്മകളെ തൂക്കി നോക്കാനുള്ള മനുഷ്യൻ്റെ കഴിവാണ് ഈ പ്രശ്നം. അവൻ ചെയ്തത് നന്മയാണെന്നും മറ്റു പലരും ചെയ്യാത്തതാണെന്നും അവൻ അറിയാം. അവനത് അറിഞ്ഞതുകൊണ്ട് അവൻ മറ്റുള്ളവരെ വിലയിരുത്താതിരിക്കത്തില്ല. അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. എല്ലാവരും വിലയിരുത്തിക്കൊണ്ടിരിക്കും, നല്ലതാണ് ചീത്തയാണ്. ആരുടെയും എന്തേലും കാണാനിരിക്കുക വിലയിരുത്താൻ. കാരണം എന്താ? നമ്മളങ്ങനല്ല, നമ്മൾ ഭേദമാണെന്ന നമ്മുടെ ചിന്ത. നിങ്ങൾക്ക് സന്തോഷമുണ്ട് ഞാൻ വിചാരിക്കുന്നു കേട്ടത് അല്ലേ? അപ്പോൾ കൽപ്പനകളാൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ദൈവത്തിന് ഒരിക്കൽ കൂടി പറഞ്ഞുകൂടായിരുന്നോ, ഏദൻ തോട്ടത്തിൽ കുറച്ച് നാളോടെ ജീവിക്കുമോനെ, ഒരു ചാൻസ് കൊണ്ട് ഞാൻ നിനക്ക് തരാം, ഒരു 10 വർഷം നീ ജീവിക്കുക, ഇനി നീ പഴത്തിൻ്റെ അടുത്തോട്ട് പോകാതിരുന്നാൽ നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞെന്ന് വിചാരിച്ചോ? 10 വർഷം ആദം പിടിച്ചു നിന്നു വിചാരിച്ചോ? പിടിച്ചു നിന്നില്ലെങ്കിൽ പിന്നെയും പോയി, അത് ചോദിക്കാനില്ല. പിടിച്ചു നിന്നു എന്ന് വിചാരിച്ചോ? അവൻ ദൈവത്തെ കണ്ട് എന്തായിരിക്കും പറയുന്നത്? കർത്താവേ, പല പ്രാവശ്യം നമുക്കൊരു വൈബ്രേഷനൊക്കെ ഉണ്ടല്ലോ, ആ മരത്തിൻ്റെ ചുവട്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, പിശാച് എന്നെ മോഹിപ്പിച്ചു, ഞാൻ പിടിച്ചു നിന്നു. ആര് പിടിച്ചു നിന്നു? ഞാൻ. അവൻ സ്വയനീതിക്കാരനാണ്. പിടിച്ചു നിന്നില്ല, ഹൗവ പിടിച്ചു നിന്നില്ലെന്ന് വിചാരിച്ചോ? പിന്നെ ആദം ഹൗവയെ നോക്കുന്നത് എങ്ങനെയായിരിക്കും? ഈ പിടിച്ചു നിൽക്കാത്തവരെ നമ്മൾ എങ്ങനെയാ നോക്കുന്നത്? ഈ പരീക്ഷനെ എങ്ങനെയാ പുറകെ നിന്ന് ചുങ്കക്കാരനെ നോക്കിയത്? എങ്ങനെ നോക്കിയത്? നമ്മൾ ഓരോ കൽപ്പന അനുസരിക്കും തോറും നമ്മൾ ഒന്നാന്തരം പരീക്ഷന്മാരായി മാറുമോ? അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കായിരിക്കും, കൽപ്പന അനുസരിക്കേണ്ടതെന്ന്. കൽപ്പന അനുസരിക്കണം. ദൈവത്തിന് നമ്മളെ രക്ഷിക്കാനൊരു വഴിയുണ്ട്. സ്വയനീതി ഇല്ലാതെ കൽപ്പനകളെ അനുസരിപ്പിക്കാൻ ദൈവത്തിന് പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. യേശുവിൻ്റെ ജീവൻ നമ്മളിൽ വസിച്ചിട്ട് അവനെ കൊണ്ടല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മളെപ്പോഴും നിസ്സഹായരാണ്. അപ്പോൾ ശരിക്കും നമ്മൾ രാവിലെ പാപം എന്ന വിഷയത്തിൽ പറഞ്ഞ് ആരംഭിക്കുമ്പോൾ നമ്മൾ തുടങ്ങുന്നത് 2 കാര്യങ്ങളാണ്. നമ്മൾ രാവിലെ പറഞ്ഞു. ഒന്ന്, നമ്മുടെ പ്രകൃത്യാ ഉള്ള പാപം. നമ്മൾ ദേഹി മനുഷ്യനായതുകൊണ്ട് സൽപ്രവൃത്തി ചെയ്താലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. 2, പുത്രൻ എന്ന രീതിയിൽ നമ്മളെ എടുത്ത് അഡോപ്റ്റ് ചെയ്തിട്ടും നമ്മുടെ ചായ്വ് പഴയ ലോകത്തോടാണ്. സ്വാഭാവികമായി എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. അവിടെ ഒരു ആത്മാവിൻ്റെ ശുശ്രൂഷ തുടർച്ചയായി നമ്മുടെ ഉള്ളിൽ നടന്നെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് ക്രിസ്തുവിനെ മോഹിക്കാൻ നമുക്ക് കഴിയുള്ളൂ. ക്രിസ്തുവിൻ്റെ ജീവൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അത്ര സന്തോഷമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമുക്ക് പോലും അല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായി അല്ല. അതുകൊണ്ടാണ് പിതാവ് ആകർഷിക്കാത്ത ഒരുത്തിനും എൻ്റെ അടുക്കൽ വരാൻ കഴിയില്ല എന്ന് യോഹന്നാൻ 6:65 പറയാനുള്ള കാരണം, സ്വാഭാവികമായി ഇപ്പം നിങ്ങൾ വിചാരിച്ചോ, ഒരു സ്ത്രീയും പുരുഷനും, ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലാണെന്ന് വിചാരിച്ചോ? ദയവായിട്ട് പോയി കുഴിയിലൊന്നും പോയി ചാടിയേക്കരുത്. ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഈ പ്രണയിക്കുന്നവർക്കൊരു വലിയ പ്രോബ്ലം ഉണ്ട്. ഈ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഒരിക്കലും ജീവൻ അനുഭവിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഭാര്യയും ഭർത്താവും നമുക്കറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയ്ക്ക് ഇരിക്കാനൊരു സ്ഥലം ഭർത്താവിൻ്റെ ഹൃദയത്തിലുണ്ട്, ഭർത്താവിന് ഇരിക്കാനൊരു സ്ഥലം ഭാര്യയുടെ ഹൃദയത്തിലുള്ള ദൈവം വെച്ചിരിക്കുന്ന സ്ഥലം. എന്നാൽ ഈ കാമുകിക്കും കാമുകനും ഇരിക്കാനുള്ളൊരു സ്ഥലം ദൈവം ഉണ്ടാക്കി വെച്ചിട്ടില്ല. അതുകൊണ്ട് ഇവർ ഹൃദയത്തിൽ കയറി ആ ഒരു സിംഹാസനത്തിൽ ഇരിക്കുകയുള്ളൂ. പിന്നെ ഇവൻ തലമുടി ചെയ്യുന്നതുമ്പോൾ അവളിടുന്നതെല്ലാം ആ സിംഹാസനത്തിലിരിക്കുന്ന റാണിക്ക് വേണ്ടിയായിരിക്കും. അവളും അങ്ങനെ. ദൈവം ജീവനായി അവരിൽ വ്യാപരിക്കത്തേ ഇല്ല. എനിക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് കുഴിയിലൊന്നും പോയി ചാടിയേക്കരുത്. ഇതൊരു എക്സാമ്പിളായിട്ട് മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ. വിവാഹത്തിൽ പരസ്പരം നൽകപ്പെടാത്ത ഒരാളുടെ മേലും മാനസികമായ ശാരീരികമായ ഒരധികാരവും നമുക്കില്ല. വിവാഹം കഴിക്കാൻ പോവാന്ന് പറഞ്ഞാലും ഒരു അധികാരമില്ല. മനസ്സിന്മേലും ഇല്ല, ശരീരത്തിന്മേലും ഇല്ല. അത് ഏൽപ്പിക്കപ്പെടുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പം അവർക്ക് വെച്ചിരിക്കുന്ന കറക്റ്റ് പ്ലേസിൽ അവർ വരും. അതിനു മുമ്പ് വരാൻ പറ്റില്ല അവർക്ക്. ഓക്കെ, ഞാനിത് പറയാൻ കാരണം അങ്ങനെ പ്രണയത്തിലാണെന്ന് സങ്കല്പിച്ചു. ഇവിടുത്തെ കഥയല്ല, ദൂരെയുള്ളൊരു കഥ. അപ്പോൾ ഇവരിങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ പോകും. പഴയ കാലത്തെ ഓർമ്മകളാണ് ഞാൻ പറയുന്നത്, ഓർമ്മകളല്ല, കാഴ്ചകൾ. ഫോണിൽ കൂടെ സംസാരിക്കും, അല്ലെങ്കിൽ വല്ലപ്പോഴും കത്തെഴുതും. എന്തൊക്കെ പുതിയ ടെക്നോളജി ഉള്ളതെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. അവസാനം ഈ പയ്യൻ പറയാണ്, നമ്മളിങ്ങനെ ജീവിക്കുന്ന വളരെ മോശമാണ്, നമുക്ക് കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാം. അപ്പോൾ ഈ പെൺകുട്ടി പറയാമെന്ന് വിചാരിച്ചോ, എന്നെക്കൊണ്ടെങ്ങും വയ്യ, നിൻ്റെ വീട്ടിൽ വന്ന് നിൻ്റെ അപ്പനും അമ്മയും പറയുന്നത് കേട്ട് ജീവിക്കാം. നമുക്കിങ്ങനെ വല്ലപ്പോഴും ഐസ്ക്രീം കഴിക്കാൻ പോകാം, നമുക്ക് വല്ലപ്പോഴും ഫോണിൽ കൂടെ ഐ ലവ് യു എന്ന് പറയാം. പിന്നെ ഈ ഒക്കേഷൻസൊക്കെ വരുമ്പോൾ വല്ല ഗിഫ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും തരാം. ഇങ്ങനെയൊക്കെ മതി എന്ന് ഭാര്യ പറഞ്ഞെന്ന് വിചാരിച്ചു, ഈ പെൺകുട്ടി പറഞ്ഞെന്ന് വിചാരിച്ചു. അവളുടെ സ്നേഹം എങ്ങനെ മഹാ തട്ടിപ്പല്ലേ? ഇത് തന്നെയാണ് നമ്മൾ കർത്താവിനോട് പറയുന്നത്. നിൻ്റെ വീട്ടിൽ ഒന്ന് ജീവിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, നീ പോകുന്ന വഴി അത്ര പാടാ, എന്നെ കൊണ്ടൊന്നും വയ്യ യേശുവിനെ പോലെ. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, യേശുവിനെ പോലും ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ലവ് യു എന്നെല്ലാ സൺഡേയും പാടാം. പിന്നെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാവുന്നൊക്കെ വാങ്ങിക്കാം. പിന്നെ എന്തോ അങ്ങോട്ട് ഇത്തിരി സ്നേഹം കൊടുക്കാം, ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം, ഇടയ്ക്കിടയ്ക്ക് ഐ ലവ് യു എന്ന് പറയാം. പക്ഷെ കൂടെ പോയി ജീവിക്കാൻ ഒരു മനുഷ്യനും താല്പര്യമില്ല. കാരണം യേശു ജീവിച്ച വഴിയെ സ്നേഹിക്കാൻ നമുക്ക് പാടാം. ഞാനിത് നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന നിങ്ങൾ വിചാരിക്കരുത്, ഞാൻ എന്നെക്കുറിച്ചും കൂടെ പറയുന്നത്. ലോകത്തിൽ ഒരു സ്വാഭാവിക മനുഷ്യനും പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ യേശു ജീവിച്ച ഇടുക്ക് വഴിയെ സ്നേഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നാം അവനുള്ളവരല്ല എന്ന് പറയാനുള്ള കാരണം. എന്തുകൊണ്ടാണ് ഇത്രയും ജനം ലോകത്തെ സ്നേഹിച്ചു പോകുന്നത്? നിങ്ങളവരെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, ആത്മാവ് വ്യാപരിക്കുന്നില്ല. അന്യഭാഷ ശബ്ദമൊക്കെ ഉണ്ട്, പക്ഷേ ഈ ആത്മാവ് ജീവനായി മാറുന്നില്ല. ആത്മാവ് ആരുടെ ജീവനായി മാറണം? യേശുവിൻ്റെ ജീവനായി മാറുന്നില്ല. അതുകൊണ്ട് നമ്മളവരെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, അവരോട് സുവിശേഷമാണ് പറയേണ്ടത്. യേശുവിൻ്റെ ജീവൻ പ്രാപിക്കുക. അപ്പോൾ ഈ വ്യത്യാസത്തെക്കുറിച്ചാണ് നമ്മൾ രാവിലെ കണ്ടത്. അപ്പോൾ സ്വാഭാവിക മക്കളും ദത്തുമക്കളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ദൈവത്തിൻ്റെ സ്വപ്നമുണ്ട്. ഞങ്ങൾ ഈ കൊച്ചിൻ്റെ കാര്യം ഒരു കഥയും കൂടെ ഞാൻ പറയാം. കുറേ കഥകളുണ്ട്, എല്ലാം പറഞ്ഞാൽ ഭംഗിയാവില്ല. ഇപ്പോൾ നല്ല മിടുക്കിയായിട്ട് 10ാം ക്ലാസ് പാസ്സായി +1 പോയിരിക്കുകയാണ്. ഇന്നലെ മിനിങ്ങാന്നാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ഒരു കഥയും കൂടെ ഞാൻ പറയാം. അപ്പോൾ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് മാറേണ്ടി വന്നു, വേറൊരു വീട്ടിൽ ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അയൽവക്കത്ത് ഒരു അഡ്വക്കേറ്റ്, ഭാര്യ ഒരു ടീച്ചർ, ഇവരാണ് ഞങ്ങളുടെ ഏറ്റവും അടുത്ത അയൽവക്കക്കാർ. ഞങ്ങളുടെ ഒരു മതിലാണ് ബാക്കിൽ. അപ്പോൾ ഇവർ ഞങ്ങളെ പരിചയപ്പെടാൻ വേണ്ടി വന്നു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര പിള്ളേരാണ്? അപ്പോൾ ഞങ്ങൾ വലിയ ഗമയ്ക്ക് പറഞ്ഞു, 2 പിള്ളേരാണ്, ഇത് ജോനഥൻ, ഇത് ജമീമ. പേര് മാറ്റിയതാണ്, ഗായത്രി എന്നായിരുന്നു അവളുടെ പേര്. ആൾക്കാർ ഇതെങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഗായത്രി എന്നുള്ള കൊച്ചുണ്ടായെന്നൊരു സംശയം ആൾക്കാർ ചോദിക്കേണ്ട. എന്നാൽ പിന്നെ 2 പിള്ളേരെന്ന് പറയുമ്പോൾ അതുകൊണ്ട് അങ്ങ് സെറ്റിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ജോനഥൻ ആൻഡ് ജമീമ എന്ന് പേര് മാറ്റി. ഇവരൊന്ന് പരിചയപ്പെട്ട് വളരെ സന്തോഷമായിട്ട് പോയിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ട് ഈ സ്ത്രീ വന്നിട്ട് പറയാം, ഈ മോള് നിങ്ങളുടെ സ്വന്തമല്ല. ഞാൻ പറഞ്ഞു, അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ എത്ര പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല, ഈ മോള് നിങ്ങളുടെ സ്വന്തമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെലുങ്ക് അറിയത്തില്ല, നിങ്ങളുടെ മകനും തെലുങ്ക് അറിയത്തില്ല, പക്ഷേ ഇവള് തെലുങ്കിൽ 1-ാം തരം തെറിയ പറയുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ശ്രമിക്കുന്നുണ്ട് നമ്മളെപ്പോലെ ആക്കാൻ, മകനെപ്പോലെ ആക്കാൻ. അപ്പനെന്ന് പറയുമ്പോൾ അമ്മ എന്ന് പറയുമ്പോൾ ഒരു വികാരം ഉണ്ടാകാൻ അവളെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഇവനെ നോക്കുന്ന പോലെ തന്നെ അതുപോലെ ഡ്രസ്സ് വാങ്ങിച്ചും ഉടുപ്പ് വാങ്ങിച്ചും ആഹാരം കൊടുത്ത് നോക്കുന്നുണ്ട്. നമ്മുടെ ആഗ്രഹം നമ്മളോടൊരു സ്നേഹം ഉണ്ടാകണം. പിതാവിൻ്റെ സ്വപ്നമായി പറയുന്നത്. പക്ഷെ വാ തുറക്കുമ്പോൾ നാട്ടുകാർ മുഴുവൻ പറയുമോ, നിങ്ങളുടെ കൊച്ചല്ല, സംതിങ് ഈസ് മിസ്സിങ്. ദൈവത്തിൻ്റെ മക്കളാന്ന് പറഞ്ഞ് നാട് നീളെ നടക്കുന്ന നമ്മളോട് നാട്ടുകാർ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ള സംശയമുണ്ട്.
നിങ്ങളുടെ വായി നീ വാക്കുകൾ, നിങ്ങളുടെ പിള്ളേർ പോലും വിശ്വസിക്കുന്നില്ല നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കൾ പറയാത്ത പല വാക്കുകൾ ആരും കേൾക്കാതെ പിള്ളേരുടെ നമ്മൾ പറയുന്നുണ്ട്. അവർ നിങ്ങൾ പെന്തിക്കോസിൽ ചേർന്ന മുഴുവൻ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ക്രിസ്തുവിലായ കാര്യം ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല. ആയിട്ട് വേണ്ടേ അറിയാൻ? അവൻ്റെ ജീവൻ ജീവിച്ചു തുടങ്ങിയാലേ നമ്മൾ ക്രിസ്തുവിലാണെന്നുള്ള കാര്യം നാട്ടുകാർ അറിയത്തുള്ളൂ. ഇവിടെ മക്കളായി കാണപ്പെടുക. അപ്പോൾ ദൈവത്തിന്, പിതാവിന് ഞരക്കമാണ്. അവൻ ആഗ്രഹമുണ്ട് നമ്മളെ മക്കളാന്ന് പറഞ്ഞ് ലോകത്തിന് കാണിക്കണമെന്ന്. പക്ഷെ നമ്മളെ കാണിച്ചാൽ അവൻ്റെ നാമം മലിനമാവുകയല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. കാരണം നമ്മുടെ വായിന്ന് വരുന്നത് ക്രിസ്തുവിൻ്റെ വായിന്ന് വരുന്ന വാക്കുകളല്ല. സഭകളിലൊക്കെ ഒരു വഴക്കുണ്ടാകുന്ന നിങ്ങൾ കാണണം. പിന്നെ അവരുടെ വായിന്ന് വരുന്നത്, എൻ്റെ വായിരിക്കുന്ന എന്താണെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നവർ. എന്തൊക്കെയാണോ എന്ന് കേൾക്കാതിരിക്കും നമ്മുടെ ഭാഗ്യമെന്ന് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ ഇങ്ങനെയൊക്കെ അഹങ്കാരം ഉള്ളവരാണെങ്കിൽ ഓർത്തോ, നിങ്ങളുടെ വീണ്ടും ജനനത്തെ നിങ്ങൾക്ക് റിയലായിട്ട് സംശയിക്കാനുള്ള കാരണമുണ്ടെന്ന് ഞാൻ പറഞ്ഞേക്കാം. കാരണം പുത്രത്വത്തിൻ്റെ ഒരു ലക്ഷണം പോലും നമ്മൾ പലപ്പോഴും കാണിക്കുന്നില്ല. ദൈവത്തിൻ്റെ മകനായി ജീവിക്കുന്നത് യേശുവിനെ പോലെയാണ്. ആ ജീവൻ്റെ ഒരാഗ്രഹം പോലും നമ്മളിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ സംതിങ് ഈസ് റിയലി മിസ്സിങ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആത്മാവിൻ്റെ വ്യാപാരം നടക്കുന്നില്ല. ആത്മാവെന്ന ശബ്ദം മാത്രമേ ഉള്ളൂ. ഒരു കഥയും കൂടെ ഞാൻ പറയാം. എനിക്ക് കഥ പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ 2 കുഞ്ഞുങ്ങളും ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് 4 പിള്ളേർ. ഇപ്പം ഞങ്ങൾക്ക് 4 പിള്ളേരുള്ളത്. ഒരാൾ സ്വന്തവും 3 പേര് അഡോപ്റ്റഡ് പിള്ളേരോ. ഈ 2 കുഞ്ഞുങ്ങൾ രണ്ടാമത് വന്നതിൽ ഒരാൾ HIV പോസിറ്റീവാണ്. അവൻ ബാംഗ്ലൂർ കെയർ സെൻ്ററിലേക്ക് ഞങ്ങൾ മാറ്റേണ്ടി വന്നു. ഒത്തിരി സെക്കൻഡറി ഇൻഫെക്ഷൻസ് ഉണ്ടായതുകൊണ്ട്. ഈ 2 പിള്ളേർ വന്നപ്പോൾ മൊത്തം 4 പിള്ളേരായി. സ്വന്തം 1, അഡോപ്റ്റഡ് 3. ഈ 4 പേരാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത്. അങ്ങനെ ഞങ്ങൾ 4 പിള്ളേരും അപ്പനും അമ്മയും ഞങ്ങളുടെ ആന്ധ്രാപ്രദേശിൽ താമസിക്കുന്ന സമയത്ത് വരുന്നു 2 പിള്ളേർ രാവിലെ ഏർലി മോർണിംഗ് നോക്കിംഗ് അറ്റ് അവർ ഡോർ. അവർ വന്നിട്ട് എൻ്റെ ഭാര്യയോട് സംസാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങളിങ്ങനെ റോഡിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്ട, ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നല്ല മനുഷ്യരായി വരുന്നല്ലേ. ഞങ്ങൾ എത്ര നല്ല മനുഷ്യരായതുകൊണ്ടൊന്നും അല്ലത് പറഞ്ഞത്. കാരണം ഈ മിഷണറിമാരായിട്ട് പോകുമ്പം ഞങ്ങൾക്കൊന്നാമത്തെ ഭാഷ അറിയത്തില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുകയാണ് ഈ പിള്ളേരെ വളർത്താനായിരിക്കും ചിലപ്പോൾ ഞങ്ങൾ ഏൽപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന പിള്ളേരെല്ലാം ഞങ്ങളുടെ വീട്ടിൽ വരുമ്പം ഞങ്ങളുടെ ആഗ്രഹം എന്നാൽ പിന്നെ ഞങ്ങൾ അവരെ നോക്കിയേക്കാമെന്നാണ് ചിന്തിക്കുന്നത്. ഇനി ആരോടും സുശേഷം പറയാൻ പറ്റില്ലെങ്കിൽ 4-5 പിള്ളേരെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ വളരുമല്ലോ എന്നുള്ളൊരാഗ്രഹം ഉള്ളിലുണ്ട്. അപ്പം ഇവർ ഞങ്ങളുടെ വീട്ടിൽ അപ്പോൾ ഭയങ്കര സന്തോഷമായി. അവർ വീട്ടിൽ വന്ന് താമസം ആരംഭിച്ചപ്പം ഒരു മോള് എന്ന് എൻ്റെ അമ്മയോട് ചോദിച്ചു, എൻ്റെ ഭാര്യയോട് ചോദിച്ചു, ഞങ്ങൾ ആൻറ്റീനെ അമ്മ എന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. മറ്റു പിള്ളേർ അങ്ങനെ വിളിക്കുന്നത്. അപ്പം എൻ്റെ ഭാര്യ പറഞ്ഞു വിളിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഇവർ ഞങ്ങളെ പപ്പ അമ്മ എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കും. 2 ദിവസം കഴിഞ്ഞപ്പം ഈ ഒരു കുട്ടി വന്ന് എൻ്റെ ഭാര്യയോട് ചോദിച്ചു, അമ്മ ഞങ്ങൾ വെളിയിൽ ഭിക്ഷ യാചിക്കാൻ പോയാൽ ഞങ്ങൾക്ക് മാസം 2000 രൂപ 3000 രൂപ കിട്ടും. ഇവിടെ താമസിച്ചാൽ നിങ്ങൾ എത്ര രൂപ തരും? ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് പൈസ തരാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയാണ് ഈ ബന്ധം, പൈസ കൊടുത്തുള്ള ബന്ധമല്ല. നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം, ആഹാരം, വസ്ത്രം, വിദ്യാഭ്യാസം, എന്തെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതെല്ലാം തരാം. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വഴിയിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും ചോദിക്കും നിങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ചേസിൻ്റെ സുധയുടെയും പിള്ളേരാന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കൊരു കുടുംബം, അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, പഠിത്തം, വിദ്യാഭ്യാസം, ഇതൊക്കെ ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ, പണം തരാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ പഠിച്ച് വലുതായി നിങ്ങൾക്ക് സമ്പാദിക്കാമെങ്കിൽ സമ്പാദിച്ചോ, അപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടുവാണെങ്കിൽ നിങ്ങൾ സമ്പാദിച്ചോ, അതുവരെ ഇങ്ങനെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അവർ മതിൽ ചാടി ഓടിപ്പോയി. അവർ പോയി നിങ്ങൾക്ക് നേരത്തെ മനസ്സിലായി കാണും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് 6 പിള്ളേരുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞേനേമല്ലോ. അവർ പോയി. ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങളവിടെ ഞങ്ങളുടെ വീടിനടുത്തുള്ള പച്ചക്കറി മാർക്കറ്റിൽ നിൽക്കുമ്പോൾ ഒരു വിളി കേൾക്കാം, പപ്പ എന്നൊരു വിളി. തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ 2 പിള്ളേരും അതിനൊരു 5-6 പിള്ളേരും ഉണ്ട്. നടു റോഡിൽ മാർക്കറ്റിൽ വെച്ച് അവർ മറ്റവരോട് പറയും, അതേ ഞങ്ങളുടെ പപ്പയും അമ്മയാണ്. നിങ്ങളൊന്ന് ആലോചിക്കാതെ എന്താ സ്ഥിതി. അപ്പോൾ അവർ ഓടി ഞങ്ങളുടെ അടുത്തോട്ട് വരുമോ, പപ്പ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം കടക്കാരുണ്ട് അടുത്താണ്. അപ്പം ഞങ്ങളുടെ പ്രശ്നം, ഞങ്ങൾക്ക് ഭാഷ അറിയത്തില്ല, ഇതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. എൻ്റെ ഭാര്യ കുറച്ച് തെലുങ്ക് പിടിച്ചും തട്ടി മുട്ടിയാണ് ഇവരോട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് അന്ന് ചെന്നപ്പോഴേ ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ടായിരുന്നുകൊണ്ട് എൻ്റെ തെലുങ്ക് പഠിത്തം വളരെ സ്ലോ ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇവരോട് വിശദീകരിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല, നമുക്കുള്ള നേരത്തെ ഓട്ടോ എടുത്ത് വീട്ടിൽ പോകാം. ഇവർ അടുത്തെത്തുന്നതിന് മുമ്പ് പെട്ടെന്ന് ഒരു ഓട്ടോ വന്നു, ഞങ്ങൾ അതിലോട്ട് കയറി ചാടി പോവാണ്. ഇവർ പുറകെ നിന്ന് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്, പപ്പ അമ്മ എന്നും പറഞ്ഞു. അവർക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വരാമല്ലോ, വഴിയിൽ നിന്ന് കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ വണ്ടിയിലിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറയാം, കർത്താവേ, ഓങ്കോളിലൊരു നല്ല സാക്ഷിയാകാൻ വേണ്ടി വന്നിട്ട്, ആന്ധ്രയിലെ ഓങ്കോളാണ് കേട്ടോ, ഇത് പറയുമ്പോൾ ചില ആൾക്കാർ ഹോങ്കോങ് എന്ന് വിചാരിക്കും, അല്ല, ഓങ്കോളാണ്. ഈ ഓങ്കോളിലൊരു നല്ല സാക്ഷിയാകാൻ വന്നിട്ട് നാണക്കേടായല്ലോ. എന്താ ഇനി ഇവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്? ഞങ്ങൾ ഈ പിള്ളേരെ വെച്ച് ഭിക്ഷ യാചിക്കുന്നവരാണെന്നോ? എന്തായിരിക്കും അവർ ചിന്തിച്ചത്? തട്ടിക്കൊണ്ടു പോകുന്നവരാണെന്നോ?
ഇവരുടെ അപ്പനും അമ്മയും ഇവരെ ഭിക്ഷയാചിക്കാൻ പറ്റും. എന്തായിരിക്കും ഒരു വിചാരിച്ചത്? പക്ഷെ എന്താ മറുപടി പറയേണ്ടത്? ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ ഓട്ടോയിൽ വരുക. അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, ഈ മാനക്കേട് എന്തിനെനിക്ക് വന്നത്? ഇപ്പോൾ കർത്താവ് പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ കുറേ പിള്ളേരുണ്ട്. പള്ളിയിലും തെരുവിലും കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിന്ന് പപ്പാ, അപ്പച്ച, ഐ ലവ് യു ഫാദർ എന്ന് പറഞ്ഞ് പാട്ട് പാടി കൈ ഉയർത്തുന്ന കുറേ പിള്ളേർ എനിക്കുണ്ട്. പക്ഷെ അവർക്കും എൻ്റെ മകൻ ജീവിക്കുന്നിടത്ത് ജീവിക്കാൻ ഇഷ്ടമൊന്നുമില്ല. കുപ്പ പറക്കി തിന്നാണ് ജീവിക്കുന്നത്. അവരെന്നെ പപ്പാന്ന് വിളിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഇൻസൾട്ട് എന്താണെന്ന് നീ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിനക്ക് അനുവദിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്ന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേന്ന് ഞാൻ വിളിക്കുമ്പം അവൻ്റെ നാമം മഹത്വപ്പെടുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പുവരുത്തണമെങ്കിൽ, ഞാൻ യേശുവിനെ പോലെ ഒന്നും ആയില്ലെങ്കിലും അങ്ങനെ ആകാനുള്ളൊരു ഞരക്കമെങ്കിലും എൻ്റെ ഉള്ളിലുണ്ടെങ്കിലേ ഞാൻ അവനെ പിതാവേന്ന് വിളിക്കാൻ ധൈര്യപ്പെടാവൂ. അല്ലെങ്കിൽ സംഭവിക്കുന്നത് അവൻ്റെ നാമത്തെ അപമാനിക്കുന്നവരായിട്ട് നമ്മൾ മാറും. അന്ന് എന്നോട് കർത്താവ് പറഞ്ഞൊരു വാക്ക്, ഇതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടി തന്ന വാക്കല്ല, ഇത് എന്നോട് കർത്താവ് പറഞ്ഞ വാക്കാണ്. ജീവിതത്തിൽ ഒരിക്കലും നീ എന്നെ പിതാവേന്ന് വിളിക്കുമ്പോൾ ഞാൻ അപമാനിക്കപ്പെടാതിരിക്കാനുള്ള ബാധ്യത പിതാവേന്ന് വിളിക്കുന്ന നിനക്കാണ്. ഈ അപമാനം എന്താണെന്നുള്ളതിൻ്റെ ഒരു ടേസ്റ്റാണ് ഞാൻ നിനക്ക് കാണിച്ചു തന്നത്. അപ്പോഴാണ് ഈ ദൈവത്തിൻ്റെ ആഗ്രഹം, സ്വപ്നം, അവൻ്റെ പുത്രൻ എങ്ങനെ പിതാവിനെ മഹത്വപ്പെടുത്തിയോ, യേശു എങ്ങനെ പിതാവിനെ മഹത്വപ്പെടുത്തിയോ, അതുപോലെ ഓരോ നിമിഷവും അവനെ മഹത്വപ്പെടുത്താനുള്ളൊരു ബാധ്യതയാണ് അവനെ പിതാവേന്ന് വിളിക്കുമ്പോൾ മക്കളെന്ന രീതിയിൽ, ദത്തുമക്കളെന്ന രീതിയിൽ നമ്മുടെ മേൽ വരുന്നത്. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ ഈ പറഞ്ഞ കാര്യം? അതുകൊണ്ട് പിതാവേന്ന് നമ്മൾ വിളിക്കാൻ ധൈര്യം കാണിക്കുമ്പോൾ അത് എത്ര വലിയ ദൈവകൃപയാണെന്നും, അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, അവനെ പിതാവേന്ന് വിളിക്കാൻ യഥാർത്ഥ അവകാശിയായത് യേശു ആണെന്നും, യേശു നിൽക്കുന്ന സ്ഥാനത്ത് എന്നെ നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് അവൻ എനിക്ക് പിതാവാകുന്നത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കിയാൽ, നാം ജീവിക്കേണ്ടത് യേശു ജീവിച്ച അതേ സ്ഥാനത്താണെങ്കിലേ പിതാവ് മഹത്വപ്പെടുകയുള്ളൂ എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് നമ്മൾ രാവിലെ കണ്ട് ആ ടൈം തികയാഞ്ഞതുകൊണ്ട് പറയാതെ വിട്ട കാര്യം. ഇനി നമ്മൾ ഇന്ന് വൈകിട്ട് അടുത്ത ലെവലിലേക്ക് നമ്മൾ പോവുകയാണ്. തൽക്കാലം നമ്മൾ ഒന്നാമത്തെ പോയിന്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും ദൈവം കേട്ടിരുന്നുവെങ്കിൽ നമ്മളെല്ലാം സമ്പാദിച്ചു കൂട്ടിയേനെ, നമ്മൾ ഏറ്റവും ആരോഗ്യമുള്ളവരും ബലമുള്ളവരും ആയിരുന്നേനെ, നമ്മൾ ലോകത്തിലെ പ്രഭുക്കന്മാരായി മാറിയേനെ. പക്ഷെ നമ്മൾ യേശുവിനെ പോലെ ഒരിക്കലും ആവില്ലായിരുന്നു. കാരണം സ്വാഭാവിക മനുഷ്യൻ എപ്പോഴും ലോകത്തിൻ്റെ മഹത്വത്തെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഞരക്കത്തോടെ പക്ഷപാതം ചെയ്ത് നമ്മുടെ ഉള്ളിൽ യേശുവിൻ്റെ ജീവൻ ഉളവാക്കാൻ വേണ്ടി, ആ മോഹങ്ങളെ നമുക്ക് തരാൻ വേണ്ടി കർത്താവിൻ്റെ ആത്മാവ് നമുക്കുച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നിങ്ങൾ ഒരൊറ്റ കാര്യമാണ് ഞാൻ അതുമായിട്ട് ബന്ധിപ്പിച്ച് പറഞ്ഞിട്ട് മുൻപോട്ട് പോകാം. നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവും, ഇത്രയും നാളും എൻ്റെ സുഹൃത്തായിരുന്ന ആൾ എങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് ശത്രുവായി മാറിയത്? അല്ലെങ്കിൽ എനിക്ക് എന്തിനാ ഇത്രയും ശത്രുക്കൾ? എങ്ങനെ വന്നത്? നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിച്ചായിരുന്നോ എനിക്ക് കുറച്ച് ശത്രുക്കളെ വേണമെന്ന്? നിങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നോ? നിങ്ങൾക്ക് ശത്രുക്കളെയാണോ വേണ്ടത്, മിത്രങ്ങളെയാണോ വേണ്ടത്? നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്? ശത്രുക്കളെ വേണമെന്നായിരിക്കും, മിത്രങ്ങളെ വേണമെന്നായിരിക്കും? മിത്രങ്ങളെ വേണമെന്നായിരിക്കും അല്ലേ? പക്ഷെ കിട്ടുന്നത് മിക്കതും ശത്രുക്കളാണ്. എന്തായിരിക്കും എൻ്റെ കാര്യം? ഇതാര് പ്രാർത്ഥിച്ചിട്ടാണ് തരുന്നതെന്നറിയോ? ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥിച്ചിട്ടാണ്. വിശ്വസിച്ചോ? സത്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഞെരങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുക, ഈ ചേസിനൊരു ശത്രുവിനെ കൊടുക്കണം. എന്തിനാണെന്നറിയോ? എന്തിനാ? സഹോദരനെ മാത്രം സ്നേഹിച്ചാൽ എന്ത് പ്രയോജനം? അവൻ ദൈവത്തിൻ്റെ മകനാണെന്നറിയാൻ ഒരു വഴിയില്ല. ശരിക്കും ഒരു ശത്രുവിനെ സ്നേഹിച്ചാൽ എനിക്ക് യേശുവിനെ അനുസരിക്കാൻ പറ്റുള്ളൂ. യേശു പറഞ്ഞെന്താ? നീ നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് കൽപ്പന തന്നിട്ട് ശത്രുവിനെ തരാതിരുന്നാൽ ഞാൻ എങ്ങനെയാ കൽപ്പന അനുസരിക്കും? അപ്പൊ ദൈവം കൽപ്പന തരുമ്പോൾ അത് അനുസരിക്കണമെങ്കിൽ എൻ്റെ വീട്ടിലോ അയൽവക്കത്തോ സഭയിലോ എവിടെയെല്ലാം എനിക്ക് എന്നോട് ശത്രുതയുള്ള ആരെങ്കിലും ഉണ്ടായെങ്കിലേ ആ ഇരുട്ടിൽ എൻ്റെ ജീവൻ പ്രകാശിക്കുന്നുണ്ടോ എന്ന് എനിക്ക് പരിശോധിക്കാൻ സാധിക്കത്തുള്ളൂ. അവരാണ് നിങ്ങളുടെ അളവുകോൽ. നിങ്ങൾ ക്രിസ്തുവിലാണോ അതോ സ്വാഭാവിക ജീവനിലാണോ, സ്വാഭാവിക പ്രകൃതത്തിലാണോ ജീവിക്കുന്നത് എന്നുള്ളതിൻ്റെ യഥാർത്ഥ അളവുകോൽ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സഹോദരങ്ങളോട് പെരുമാറുന്നു എന്നുള്ളതല്ല, എങ്ങനെ പാപികളോടും ശത്രുക്കളോടും പെരുമാറുന്നു എന്നുള്ളതാണ് ശരിക്കും നിങ്ങൾ ക്രിസ്തുവിലാണോ അല്ലയോ എന്ന് തെളിയിക്കുന്നത്. ഇത് നമുക്ക് തന്നെ മനസ്സിലാകാൻ വേണ്ടിയാണ് ചില ആളുകൾ നമ്മുടെ ശത്രുക്കളായി തന്നെ നിലനിൽക്കുന്നത്. ഓക്കെ, അതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ഞെരങ്ങിക്കൊണ്ട് നമുക്ക് മേടിച്ചു തരാനുള്ള കാരണം ഇവയൊക്കെ അനുഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് യേശുവിൻ്റെ ജീവനിലേക്കും അവൻ്റെ സ്വഭാവത്തിലേക്കും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ആ സഹോദരങ്ങളെ മാത്രം സ്നേഹിച്ചാൽ സംഭവിക്കില്ല അല്ലേ? അടുത്ത് കിടക്കുന്നവൻ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും അവൻ നമ്മുടെ സ്നേഹമെന്ന വിറ്റ്നസ് കാണണം.
അവൻ നമ്മളോട് എതിർപ്പാണെങ്കിലും അവൻ നമ്മുടെ സ്നേഹം കാണണം. നമ്മളെ അടിച്ചാലും തല്ലിയാലും അവൻ നമ്മുടെ സ്നേഹം കാണണം. അതിനുവേണ്ടിയാ ചില ആൾക്കാരെ നമുക്ക് ശത്രുക്കളായിട്ട് അന്ത്യകാലത്ത് ദൈവം വെച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ തേജസ്സോടെ കർത്താവ് വരുമ്പോൾ നമ്മുടെ സഭ ഒരുങ്ങണമെങ്കിൽ ആ ഇരുട്ടിനകത്ത് പ്രകാശിക്കുന്ന വെളിച്ചങ്ങൾ നമ്മൾ ഓരോരുത്തരിലും കത്തിയാൽ മാത്രമേ അത് സാധിക്കൂ. നമുക്കത് അവിടെ വിടാം. രണ്ടാമത്തെ ഭാഗം, ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യുന്ന രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും കാര്യം ഒരു സ്ഥലത്താണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. യോഹന്നാൻ 16:8. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. 3 കാര്യങ്ങളാണ്. അപ്പം രണ്ടാമത്തെ പോയിന്റ് നമുക്ക് കിട്ടി, മൂന്നാമത്തെ പോയിന്റും കിട്ടി, നാലാമത്തെ പോയിന്റും കിട്ടി. അഞ്ചാമത്തെ ഒരെണ്ണം കൂടെ കിട്ടിയാൽ മതി. അത് നമുക്ക് കിട്ടുമോ നോക്കാം ഈ 5 ദിവസം കൊണ്ട്. അതുപോലെ വരെ എത്തിയാൽ നമുക്കത് പറയാം എന്താന്ന്. ഓക്കെ, രണ്ടാമത്തെ ഭാഗം ഇതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് അവിശ്വാസികളിലല്ല, ലോകത്തിലല്ല, നമ്മളിലാണ്. പാപത്തിൻ്റെ ബോധം നമുക്ക് വന്നെങ്കിൽ മാത്രമേ ലോകത്തിനും വരുള്ളൂ. നമ്മുടെ ജീവിതം നോക്കുമ്പോഴാണ് അവർക്ക് പാവബോധം ഉണ്ടാകേണ്ടത്. ആദ്യം പാവബോധം ഉണ്ടാകേണ്ടത് നമുക്ക് തന്നെയാണ്. കാരണം ആത്മാവ് പ്രവർത്തിക്കുന്നത് എവിടെയാണ്? നമ്മളിലാണ്. ഇവിടെയാണ് നമ്മൾ പാപത്തിൻ്റെ പല തലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. രക്ഷിക്കപ്പെടുന്ന സമയത്ത് നമ്മളെപ്പോഴും ഈ പെന്തക്കോസ്തിൽ വന്ന് രക്ഷിക്കപ്പെടുന്ന സമയത്ത് എന്ന് പറയുമ്പം എനിക്കൊരു ഭയമുണ്ട്. കാരണം നമ്മുടെ സഭകളിൽ രക്ഷിക്കപ്പെടാത്ത ഒത്തിരി ആൾക്കാർ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ പ്രസംഗത്തിനിടയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും രക്ഷിക്കപ്പെട്ടത് തന്നെയാണോ നിങ്ങളൊന്ന് ശോധന ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ ചെയ്യണം. കാരണം പല ആളുകളും സഭയിൽ വരുന്നത് വയറുവേദന മാറിയതുകൊണ്ടും കടം മാറിയതുകൊണ്ടും പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ എന്തൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചും വരുന്നവരുണ്ട്. ഇവിടുത്തെ കാര്യം എനിക്കറിയില്ല. സഭ നല്ലതാണ്, നല്ല ഉപദേശങ്ങളാണെന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. പിന്നെ എന്താ കാരണം? ഇങ്ങനെയുള്ള പല കാരണങ്ങളാൽ വരുന്നവരുണ്ട്. എന്നാൽ ഞാൻ പാപിയാണെന്നും എൻ്റെ പാപങ്ങളാണ് എന്നെ ഇങ്ങനെ ആക്കിയിരിക്കുന്നു, ക്രിസ്തു എനിക്കായിട്ട് മരിച്ചതാണെന്നും അവൻ എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്നൊക്കെയുള്ള ബോധ്യത്തിൽ നിലവിളിച്ച് മാനസാന്തരത്തോടെ കടന്നു വരുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആത്മാവിൻ്റെ പകർച്ച കുറഞ്ഞു വരുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത്. പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്നു. എന്താണ് പാപം? പാപം നമ്മൾ രാവിലെ കണ്ടു. ദേഹി മനുഷ്യൻ ചെയ്യുന്നതെല്ലാം പാപമാണ്. ആത്മാവിൽ ചെയ്യാത്തതെല്ലാം പാപമാണ്. അപ്പം നമ്മൾ മിക്കവാറും ചെയ്യുന്നതെല്ലാം എന്താണ്? പാപമാണ്. നമ്മൾ വിധവന്മാർക്ക് വീട് വെച്ച് കൊടുക്കുന്നതും പാപമാണ്. ദേഹിയില ചെയ്യുന്നതെങ്കിൽ പാപമാണ്. ദേഹിയില ചെയ്യുന്ന അതിൻ്റെ കണക്ക് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ പാപമാണ്. ചിലപ്പം അമ്മമാർ മക്കളോട് പറയത്തില്ല 9 മാസം നിന്നെ ചുമന്ന് വളർത്തുകയാണ് ഞാൻ, കണക്കാ, പാപമാണ്. പാപം. അവനെ ഞാൻ എന്തോ ഒരു സപ്പോർട്ട് ചെയ്യുന്ന അറിയാവുന്ന ചോദിച്ചില്ല. അത് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയാണ്, സെൽഫ് പ്രവൃത്തികളാ, അത്തീലയാ, പാപമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജഡത്തിന് കണക്കുള്ള എല്ലാ പ്രവൃത്തികളും പാപമാണ്. അതാ പറഞ്ഞത്, ജഡത്തിൽ ചെയ്യുന്ന എല്ലാം പാപമാണ്. ജഡത്തിൽ ചെയ്യുന്നതിനെ കണക്കുള്ളൂ. ഓക്കെ, നമ്മൾ കണക്ക് പറയാനുള്ള എന്തെങ്കിലും, ആരോടെങ്കിലും കണക്ക് പറയാനുള്ള എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. നല്ലതായിട്ട് തോന്നുന്നതാണ്, നല്ലതല്ല. അപ്പോൾ പാപം എന്ന് പറയുന്നത് നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ആദ്യം ഫീൽ ചെയ്യുന്നത് പ്രവൃത്തികളുടെ തലത്തിലാണ്, അല്ലേ? നമ്മൾ പാപത്തെക്കുറിച്ച് ഒരു വീട്ടിലോട്ട് വരുമ്പോൾ ആദ്യം പ്രസംഗിക്കുന്നത് എന്താ? ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് എന്താ? കള്ളു കുടിക്കരുത്, സിഗരറ്റ് വലിക്കരുത്, അല്ലേ? ഭാര്യയെ ഇടിക്കരുത്, പിന്നെ കൂട്ടുകൂടി നടക്കരുത്, ഇതൊക്കെയല്ലേ പറയുന്നത്. പിന്നെ എന്തൊക്കെയാ പാപങ്ങൾ? ദേഷ്യപ്പെടരുത്, വഴക്കുണ്ടാക്കരുത്, പിന്നെ എക്സെട്ര ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ കഷ്ടപ്പെടുക ഇതിനകത്ത് രക്ഷപ്പെടാൻ വേണ്ടി. കൊലപാതകം, വ്യഭിചാരം, മോഷണം, കള്ളം പറച്ചിൽ, ഇങ്ങനെയുള്ള അനേകം നികൃഷ്ട പാപങ്ങൾ. അതാണ് രക്ഷിക്കപ്പെടുമ്പോൾ ആദ്യം നമുക്ക് പാപബോധം ഉണ്ടാകുന്ന തലം. പക്ഷെ രസകരമായ കാര്യം, ഈ പാപബോധം ഉണ്ടാകാൻ ആത്മാവിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ആത്മാവിൻ്റെ ആവശ്യമില്ല. നിയമലംഘനം റോഡിൽ നടത്തിയാലും വീട്ടിൽ നടത്തിയാലും സമൂഹത്തിൽ നടത്തിയാലും അത് ബോധ്യപ്പെടുത്താൻ ആത്മാവിൻ്റെ ആവശ്യമില്ല. അതിനുള്ള നിയമങ്ങൾ ഇവിടെ ഉണ്ട്. അതിനുള്ള മനസാക്ഷി നമുക്കുണ്ട്. മനസാക്ഷിയുടെ പ്രമാണമുണ്ട്, അല്ലേ? മോഷ്ടിക്കരുത് എന്ന പ്രമാണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു വാച്ച് വെച്ചിട്ടുണ്ട് പാസ്റ്റർ. ഒത്തിരി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വാച്ച് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നോക്കിക്കഴിയുമ്പം തോന്നുകയാണോ നല്ല വാച്ചാണ്, മീറ്റിംഗ് കഴിയുമ്പോൾ ആരും കാണുന്നില്ലെങ്കിൽ അടിച്ചുകൊണ്ട് പോയേക്കാം എന്ന് ഞാൻ വിചാരിച്ചല്ലോ. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. എൻ്റെ ഉള്ളിൽ നിന്ന്, ചെയ്സേ തെറ്റാണ്, ചെയ്യരുത്. ആരുടെ ശബ്ദം? നോ, മനസാക്ഷിയുടെ ശബ്ദം. കാരണം ഒരു അവിശ്വാസി വന്നാലും അവൻ്റെ ഉള്ളിൽ ശബ്ദം കേൾക്കാം.
വേറൊരുത്തൻ്റെ ആണ് എടുക്കരുത്. ഇന്ന് ദയനീയം എന്ന് പറയട്ടെ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ആത്മാവ് പാപത്തെക്കുറിച്ച് ബോധ്യം വരുന്ന ഒരു തലത്തിലല്ല ഇന്ന് പെന്തക്കോസ്ത് സമൂഹം ജീവിക്കുന്നത്. സാമൂഹ്യ പാപങ്ങളെക്കുറിച്ചുള്ള ഭയത്തിലാണ് ജീവിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം, നമുക്കിന്ന് പാപമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും നാട്ടുകാർക്കും പാപമാണ്. സിനിമ കാണുന്നതിനെ കുറിച്ച് മാത്രമേ ഒരു സംശയമുള്ളൂ, നാട്ടുകാർക്ക് അത് പാപമല്ലേ നിങ്ങൾ വിചാരിക്കും. ഞാൻ പാവമാണോ അല്ലെന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾ ഓങ്കോളിൽ താമസിക്കുമ്പോൾ ഞങ്ങളുടെ ഹൗസ് ഓണർ ഒരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം വന്ന് ഞങ്ങളോട് ചോദിച്ചു, ഈ ക്രിസ്ത്യാനികൾ ഈ സിനിമയുടെ പുറകെ നടക്കുന്നില്ല. ഞാൻ ചോദിച്ചു, അതെന്താ സിനിമ ഉണ്ടാ, എനിക്കറിയാൻ വേണ്ടി, പുള്ളി എന്താ പറയുന്നത് അറിയാൻ വേണ്ടി. പുള്ളി പറഞ്ഞു, അഭിനയമല്ലേ, വേഷമല്ലേ, കല എന്ന കൊലയല്ലേ അത് എന്ന് പറഞ്ഞാൽ ഇതൊന്നും റിയൽ അല്ലല്ലോ, വേഷം കെട്ടല്ലേ. ഈ വേഷം കെട്ടിന് മുമ്പിൽ പോയിരിക്കുമ്പോൾ നിങ്ങൾ വ്യാജമല്ലേ അനുഭവം ചെയ്യുന്നത്. അത് അയാൾക്ക് എവിടെ നിന്ന് കിട്ടി? ആത്മാവ് പറഞ്ഞാണോ? ആത്മാവ് പറഞ്ഞാണോ? അതുപോലും എവിടെയുണ്ട്? ഈ നാട്ടിൽ സമൂഹത്തിൽ ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. കള്ളു കുടിക്കരുതെന്നുള്ള കാര്യം ആത്മാവ് ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പേ ബോധ്യപ്പെടുന്ന അനേകം ആൾക്കാരുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന പാപങ്ങൾ എന്ന് പറയുന്നതെല്ലാം ആത്മാവ് ബോധ്യപ്പെടുത്തിയെന്ന് മാത്രം നിങ്ങൾ വിചാരിക്കരുത്. രാവിലെ ഒരു ആലോചന വന്നു, ആത്മാവ് വന്ന് തന്നു എന്നൊന്നും വിചാരിക്കരുത്. അത് ക്രിസ്തുവിന്റെ ആത്മാവിലേക്ക് നമ്മളെ നടത്തുന്നുണ്ടെങ്കിലേ അതിന് തെളിവുള്ളൂ. നമ്മൾ ഈ ആത്മാവെന്ന പ്രയോഗം എപ്പോഴും നടത്തി ഏതാ ആത്മാവ് തരുന്നത്, ഏതാ പ്രാണയിൽ നിന്ന് വരുന്ന ഒരു പിടിയില്ലാത്ത അവസ്ഥയിലാണ് നമ്മളുള്ളത്. ഇവിടെ പറയുന്ന പാപത്തിന്റെ ഒന്നാമത്തെ തലം വളരെ അപകടകരവും വൃത്തികെട്ടതുമായൊരു തലമാണ്. അവിടെയാണ് കൊരിന്ത്യർ ലേഖനത്തിൽ 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ ഒരു മനുഷ്യൻ തൻ്റെ പിതാവിന്റെ ഭാര്യയുടെ കൂടെ ജീവിക്കുന്നു എന്ന പാപം സമൂഹത്തിലെ ബോധ്യം അനുസരിച്ച് പോലും പാപമാണ്. ആ പാപം ചെയ്യുന്ന ഒരുത്തൻ സഭയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇത് ബോധ്യപ്പെടുത്താൻ അവന് ദൈവത്തിന്റെ ആത്മാവൊന്നും ആവശ്യമില്ല, സമൂഹത്തിന്റെ സാമാന്യ നീതിക്ക് പോലും ചെവി കൊടുക്കാത്ത ആളുകൾ സഭയ്ക്കകത്തുണ്ട് എന്നാണ് പറഞ്ഞതിനർത്ഥം. അപ്പോൾ നമ്മൾ ഇന്ന് പാപമെന്ന് വിചാരിക്കുന്നതെല്ലാം അത് വളർച്ചയുടെ 1-ാം ഘട്ടത്തിലാണ്. ഈ 100 വർഷം ആഘോഷിക്കുന്ന പെന്തക്കോസ്ത് സഭ ഇപ്പോഴും ഇടയ്ക്ക് മുകളിൽ പോയതായിരുന്നു, പിന്നെ താഴോട്ട് ഇങ്ങ് പോകുന്നു. ഇതാണ് 1-ാമത്തെ തലം എന്ന് പറയുന്നത്. ഇത് എങ്ങനെ മനസ്സിലാക്കാന്നാണ് പറഞ്ഞത്? എങ്ങനെ മനസ്സിലാക്കാം? നമുക്ക് മനസാക്ഷി എന്ന് മനസ്സിലാക്കാം. ഇനി വാച്ച് എടുത്തുകൊണ്ട് പോയി എന്ന് വിചാരിച്ചോ, മനസാക്ഷി ഇല്ല എനിക്ക്, മഹാ ദുർമനസാക്ഷിയാണ്. ഞാൻ എടുത്തുകൊണ്ട് പോയി, വഴി ചെല്ലുമ്പോൾ പോലീസുകാരെ തടഞ്ഞ് ബോധ്യപ്പെടുത്തിക്കോളൂ പാപമാണ് അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കാൻ തരാൻ ആര് മതി? ഒരു പോലീസുകാരൻ മതി. ആത്മാവ് ഇറങ്ങി വരണോ സ്വർഗത്തിൽ നിന്ന്? വേണ്ട. പാപത്തിൻ്റെ 1-ാമത്തെ തലം മനസ്സിലായാലും 2-ാമത്തെ തലം നമ്മൾ രാവിലെ കണ്ടു. ആ നികൃഷ്ട പാപങ്ങൾ എന്നുള്ളത് വിട്ടേരെ, നിങ്ങൾ എല്ലാ സൽപ്രവൃത്തിയാണ് ചെയ്യുന്നത് എങ്കിലും ദേഹിയിലാണ് ചെയ്യുന്നതെങ്കിൽ അത് പാപമാണ്. അത് 2-ാമത്തെ തലം. അങ്ങോട്ട് എത്തിയവർ പോലും നമ്മുടെ ഇടയിൽ വളരെ കുറവാണ്. ഈ ദേഹിയുടെ തലത്തിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം പാപമാണെന്നും എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതെല്ലാം പാപമാണെന്നും എൻ്റെ ഹൃദയത്തിലുള്ള ചിന്തകൾ മുഴുവൻ സ്വാർത്ഥമാണെന്നും ഈ അത്തീലകളെല്ലാം മാറ്റി കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് വളരെ വഞ്ചന നിറഞ്ഞതാണെന്നോ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഒന്നും ഈ ഹൃദയത്തിൽ ഇല്ല എന്നുള്ള ആ തലത്തിലേക്ക് പോലും നമ്മൾ എത്തുന്നില്ല. ഈ ആദ്യത്തെ തലത്തിലിരിക്കുന്ന വിശ്വാസി ഒരു പാപം ചെയ്യുന്നില്ല. അവൻ സിഗരറ്റ് വിളിക്കുന്നില്ല, കള്ളു കുടിക്കുന്നില്ല, സിനിമ കാണുന്നില്ല, സഭയിൽ കൃത്യമായിട്ട് വരുന്നു, ദശാംശം കൊടുക്കുന്നു, എല്ലാ പണികളും ചെയ്യുന്നു, വെള്ളവസ്ത്രം ഇടുന്നു, ക്ലീൻ ഷേവ് ചെയ്യുന്നു. അവൻ്റെ വിചാരം ഇത് ചെയ്യാത്തവന്മാരെല്ലാം പാപികളെന്നാണ്. ജീവിതകാലം മുഴുവൻ ഞാൻ ചെയ്തതും മറ്റവർ ചെയ്യാത്തതുമായ പ്രവൃത്തികളെയാണ് ഇവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എത്രവർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞത്? ഇതിൻ്റെ പേരിലാണ് നമ്മളെ വിധിച്ച് ചില ആൾക്കാർ നരകത്തിലേക്ക് വിട്ടിരിക്കുന്നത്. അതേ നരകശിക്ഷയ്ക്ക് യോഗ്യരായവരും ഇതും ചെയ്തുകൊണ്ട് ഇതിനകത്ത് ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ ഈ ഓരോരോ പാപങ്ങളെയും നമ്മൾ അതിജീവിച്ച് വരുമ്പം, വ്യഭിചാരം ചെയ്യുന്നില്ല, മോഷ്ടിക്കുന്നില്ല, കള്ളം പറയുന്നില്ല, അതിജീവിച്ച് വരുമ്പം ആത്മാവ് പാപത്തിൻ്റെ അടുത്ത തലം നമുക്ക് ബോധ്യപ്പെടുത്തി തരും. മോനെ, നീ ചെയ്തില്ല എന്നുള്ളത് സത്യം, പക്ഷെ നിന്റെ ഹൃദയത്തിൽ അതുണ്ട്. അവിടെ ആകുമ്പോഴേക്കും ആത്മാവിൻ്റെ ശബ്ദം ഞാൻ കേൾക്കാൻ തുടങ്ങുവാണ് അല്ലേ. ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങുവാണ്. മോനെ, ഇത് ആദ്യത്തെ തലവും ആത്മാവിനെ വെളിപ്പെടുത്തി തരാം, പക്ഷെ അത് എവിടെ നിന്നും കിട്ടും? ഈ പ്രകൃതിയിൽ നിന്നും കിട്ടും, മനസാക്ഷിയിൽ നിന്നും കിട്ടും, പോലീസുകാരനും കിട്ടും അല്ല, നിയമത്തിൽ നിന്നും കിട്ടും. 2-ാമത്തെ തലം നോക്കിക്കേ, പ്രവൃത്തി ചെയ്യുന്നില്ല, മോഷ്ടിക്കുന്നില്ല, പക്ഷെ മോഹമുണ്ട്. കൊലപാതകം ചെയ്യുന്നില്ല, പക്ഷേ ദേഷ്യമുണ്ട്. ദേഷ്യമല്ല ശരിക്കും കൊലപാതകം, ദ്വേഷമാണ്. ദ്വേഷം, സഹോദരനെ ദ്വേഷിക്കുന്നവൻ. മലയാളം ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് വലിയ പിടിയില്ല, ഇംഗ്ലീഷ് മലയാളം ആണ് അവർ പഠിച്ചേക്കുന്നത്, അതുകൊണ്ട് അത്ര അറിയത്തില്ല. ദേഷ്യവും ദ്വേഷവും രണ്ടാ. ദേഷ്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാവും പോവും. ദ്വേഷം എന്ന് പറഞ്ഞാൽ വിദ്വേഷമാണ്, വെറുപ്പാണ്. ആ വെറുപ്പാണ് കൊലപാതകം. നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമില്ലായിരിക്കും, പക്ഷെ ദ്വേഷമുണ്ടെങ്കിൽ അത് കൊലപാതകമാണ്. സഹോദരനെ ദ്വേഷിക്കുന്നവൻ കൊലപാതകമാണ്.
അപ്പം മനസ്സിൻ്റെ തലത്തിലേക്ക് വരുമ്പോൾ ഈ പല പാപങ്ങൾക്കകത്തും നമ്മളുണ്ട്. ഓക്കെ, പിന്നെ മനസ്സ് കുറേയൊക്കെ നമുക്ക് നന്നാക്കാം, അതാണ് ഒരു സമാധാനം. ഏതെങ്കിലും ഒരു കൗൺസിലറുടെ അടുത്ത് പോകും, എനിക്ക് ദുശ്ചിന്തകൾ വരുന്നു ഡോക്ടറെ, എനിക്കെന്ത്, അവർക്ക് മരുന്നുണ്ട്, നല്ല ചിന്തകൾ വരുത്താനുള്ള മരുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? നല്ല ചിന്തകൾ വരുത്താനുള്ള മരുന്നുണ്ട്. പല ചിന്തകളാ ഡോക്ടറെ, ശരി ഈ മരുന്ന് കഴിച്ചോ, ചിന്തകളെല്ലാം മാറിക്കോളൂ. അപ്പം അവിടെയും ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അല്ലൊരു നല്ല കൗൺസിലർ എടുത്തിട്ട് പോയി അവിടെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇതല്ലെങ്കിൽ പാസ്റ്റർമാരുടെ അടുത്ത് പറയും ദുശ്ചിന്തകൾ ഒത്തിരി വരുന്നുണ്ടല്ലേ, അതിന് ഏറ്റവും നല്ല വഴി എന്താണെന്നറിയോ? ആരാധിക്കുക, ദുശ്ചിന്തകൾ പൊക്കോളും. ഞാൻ ചുമ്മാ പറഞ്ഞല്ല, സത്യമാണ്. ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കർത്താവേ നീ യോഗ്യൻ, ഞാൻ അയോഗ്യൻ, നീ എൻ്റെ കർത്താവാണെന്ന് ഏറ്റു പറയുമ്പോൾ നമ്മുടെ ഒത്തിരി ദുശ്ചിന്തകൾ പൊക്കോളും, ഒത്തിരി ആകുല ചിന്തകൾ പൊക്കോളും. അവൻ കർത്താവാണെങ്കിൽ പിന്നെ നമ്മളതിന് ടെൻഷൻ അടിക്കും. വഴികളുണ്ട്. ഇത് പാപത്തിൻ്റെ രണ്ടാമത്തെ തലമാണ്. ഈ തലത്തിലെത്തുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഞാനും പാപിയാണ്, എനിക്കും കരുണ കിട്ടിയേ പറ്റുള്ളൂ. ഓക്കെ, എനിക്കും കരുണ കിട്ടിയേ പറ്റുള്ളൂ. അവിടെ എൻ്റെ മനസ്സിൻ്റെ രക്ഷ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞല്ലോ, ശരീരത്തിൻ്റെ രക്ഷ നടന്നിട്ടില്ല, ആത്മാവിൻ്റെ രക്ഷ നടന്നു, മനസ്സിൻ്റെ രക്ഷ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇൻക്രീസിംഗ്ലി എൻ്റെ ഉള്ളിൽ എന്തുണ്ടായിക്കോളും? ദൈവികമായ ചിന്തകൾ ഉണ്ടായിക്കോളും. ഞാൻ നന്നാകും. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് തുടർച്ചയായിട്ട് എനിക്ക് എന്ത് തരുന്നുണ്ട്? ഈ ദൈവത്തിൻ്റെ ചിന്തകൾ എനിക്ക് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പാപത്തിൻ്റെ ഒന്നാമത്തെ തലവും രണ്ടാമത്തെ തലവും മനസ്സിലാക്കാൻ നമുക്ക് റോമാലേഖനത്തിലേക്ക് തന്നെ വരാം. ഞാൻ നിങ്ങളോട് രാവിലെ പറഞ്ഞല്ലോ, റോമാലേഖനത്തിനായിരിക്കും നമ്മൾ പ്രധാനമായിട്ട് സംസാരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇത് വളരെ നിർണായകമായൊരു പഠനമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു അക്കാഡമിക്സിനെ പോലെ അല്ല നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഒരു സാധാരണ മനുഷ്യൻ, നിങ്ങളെപ്പോലെ എന്നെപ്പോലുള്ളൊരു സാധാരണ മനുഷ്യൻ റോമാലേഖനം വായിക്കുമ്പോൾ അവൻ എന്ത് മനസ്സിലാകണം എന്നുള്ള രീതിയിലാണ് നമ്മളിത് മുമ്പോട്ട് പോകാൻ പോകുന്നത്. ഓക്കെ, ഈ റോമാലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, 15 വരെയുള്ള വാക്യങ്ങൾ എന്തിനാണിത് എഴുതിയതെന്നും ആരാണ് പൗലോസ് എന്നും ഉള്ള ഒരു വിശദീകരണമാണ്. അത് നമുക്ക് തൽക്കാലം വിടാം, അത് നമ്മുടെ വിഷയമല്ല. നമ്മൾ അടിസ്ഥാനങ്ങളിലേക്കാണല്ലോ വരുന്നത്. 16ഉം 17ഉം വാക്യങ്ങൾ, 2 വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അത് രണ്ടുമാണ്. സുവിശേഷം, യേശുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് എന്താണ്, വിശ്വാസത്താലുള്ള നീതീകരണം എന്താണ്. അങ്ങനെ റോമാലേഖനത്തിലെ 16 അധ്യായങ്ങളും ജസ്റ്റ് 2 വാക്യങ്ങളിൽ ചുരുക്കി എഴുതാമെങ്കിൽ അത് 1-ാം അധ്യായത്തിൻ്റെ 16ഉം 17ഉമാണ്. ആ 16ഉം 17ഉം വായിച്ച് നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇതാണ് റോമാലേഖനം മുഴുവൻ. ഇനി നമുക്ക് 18 മുതൽ ആ അധ്യായം തീരുന്ന 32-ാം വാക്യം വരെയുള്ള ഭാഗം ഞാൻ നിങ്ങളോട് ചുരുക്കി പറയുവാൻ പോവുകയാണ്. വായിക്കുന്നില്ല, വായിക്കണ്ട. നിങ്ങൾ വീട്ടിൽ പോയി ഈ പ്രസംഗം എല്ലാം നിങ്ങൾ മറന്നു പോകാതിരിക്കാനുള്ള വഴി വീണ്ടും വീണ്ടും ഇതിൻ്റെ വീഡിയോ കാണുക എന്നുള്ളതല്ല. ഇന്ന് തന്നെ പോയി ഈ റോമാലേഖനം വായിക്കുക എന്നുള്ളതാണ്. എങ്കിൽ നിങ്ങളിത് മറക്കത്തില്ല. ഓക്കെ, 18 മുതൽ 32 വരെ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. നിങ്ങൾ ഇങ്ങനെ സങ്കല്പിച്ച് നോക്കി, ഒരു ദിവസം രാവിലെ നേരം എടുത്തപ്പോൾ നിങ്ങൾ മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. ഓക്കെ, സങ്കല്പിച്ചോ, മനോഹരമായൊരു പ്രപഞ്ചം. നിങ്ങൾക്ക് ഇന്നലെ വരെ എന്തുണ്ടായിരുന്നു മറന്നും പോയെന്ന് വിചാരിച്ചോ? നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ പക്ഷികൾ പറക്കുന്നു, എനിക്കത് വർണ്ണിക്കാനൊന്നും അറിയത്തില്ല. എന്തൊക്കെ മലകൾ, താഴ്വരകൾ, നദികൾ, ഇതൊക്കെ സാഹിത്യമായിട്ട് പറയാമെന്ന് എനിക്കറിയാൻ പറ്റില്ല. നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ മനസ്സിലോട്ട് എന്താ പോകുന്നത്? ഇതൊക്കെ ആരുണ്ടാക്കി? അത് രണ്ടാമതാ. ആദ്യം ചിന്തിക്കുന്നത് ഞാനാരാ? ഈ ഞാനെന്ന് പറയുന്ന സാധനം എന്താ? ഈ ഞാൻ എങ്ങനെ ഇവിടെ വന്നത്? ഇതെന്താണ് ഈ സ്ഥലം? ഇതാരാ ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്? ഇങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. ഇതിൻ്റെ പുറകിൽ ആരോ ഉണ്ടെന്ന് നമ്മുടെ ഉള്ളിൽ തോന്നത്തില്ലേ? ഇത് ആരോ ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെയെന്ന് തോന്നില്ലേ? നമ്മളെപ്പോലുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കില്ലേ? ഇല്ല. അതോ അവിടെ കിടന്ന ഏറ്റവും ഷേപ്പുള്ളൊരു കല്ലെടുത്ത് വെച്ചിട്ട് ഇതാണ് എൻ്റെ ദൈവം, ഈ കല്ലാണ് ഇതിനെല്ലാം ഉണ്ടാക്കിയെന്ന് പറയൂ? എന്തായിരിക്കും? അതെന്തായാലും പറയില്ലല്ലേ. എക്സാക്ട്ലി ഇതാണ് വിഗ്രഹാരാധന എന്ന് പറയുന്ന മണ്ടത്തരം. മനുഷ്യൻ ബുദ്ധിമാനാണ് എന്ന് പറഞ്ഞ് അവൻ എന്ത് ചെയ്തു? ക്ഷയമുള്ള അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, ഇഴജാതി, നാൽക്കാലി എന്നിവയുടെ സദൃശമാക്കി മാറ്റിക്കളഞ്ഞു. അപ്പം വിഗ്രഹാരാധന എന്ന പാപം അടിസ്ഥാന പാപങ്ങളിലൊന്നാണ്. ഓക്കെ, ഈ അടിസ്ഥാന പാപം ഉണ്ടാകുന്ന ഒരു മനുഷ്യൻ്റെ ബോഷത്തരമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയും അവൻ്റെ ദിവ്യത്വവും പ്രകൃതിയിൽ നോക്കുമ്പോഴേ മനുഷ്യൻ അറിയാവുന്ന രീതിയിൽ വെളിപ്പെട്ടിരുന്നെങ്കിലും അവൻ്റെ ബുദ്ധിയെ അബലമാക്കിക്കൊണ്ട്, ബുദ്ധി അവനോട് പറഞ്ഞത് കേൾക്കാതെ അവൻ എന്ത് ചെയ്തു? അവനൊരു കല്ലിനെടുത്ത് വെച്ചിട്ട് ഇതാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അവൻ ബുദ്ധിമാൻ എന്ന് നടിച്ച് മണ്ടനായിപ്പോയി. ഞാനിത് സംസാരിക്കുന്ന ഈ നാട്ടിലെ ആൾക്കാരെ കുറിച്ചല്ല, ആദിമ മനുഷ്യനെ കുറിച്ചാണ്.
ആദിമ മനുഷ്യനെക്കുറിച്ച്. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള സകല വിഗ്രഹങ്ങളെയും ആരാധിക്കാൻ മനുഷ്യൻ തുടങ്ങിയത് ഈ അജ്ഞതയിൽ നിന്നാണ്. ഓക്കെ, പിന്നെ നോക്കുമ്പോൾ കാറ്റടിക്കുന്നു, ഓ അതായിരിക്കും ദൈവം. കാരണം ഇന്നലെ എല്ലാ കുടിലും വീണു, എൻ്റെ കുടിൽ മാത്രം വീണില്ല. അപ്പം ഈ കാറ്റ് ദൈവത്തിന് എന്നോടായിരിക്കും സ്നേഹം. അപ്പം കാറ്റിനെ പ്രസാദിപ്പിക്കാൻ എന്താ ചെയ്യേണ്ടത്? അതിനൊരു കല്ലെടുത്ത് വെച്ചു, കാറ്റിനെ അവിടെ പ്രതിഷ്ഠിച്ചു. വേറൊരുത്തൻ പറഞ്ഞു, ഇതേ സൂര്യൻ പോകുന്നതുകൊണ്ട് എന്ത് രസമല്ലേ, എൻ്റെ ദൈവം സൂര്യന്. വേറെ പറഞ്ഞു, എൻ്റെ ദൈവം ചന്ദ്രനാ. എന്നാൽ നമ്മൾ തമ്മിലൊരു യുദ്ധം ആയിക്കോട്ടെ, സൂര്യൻ്റെ മക്കളും ചന്ദ്രൻ്റെ മക്കളുടെ അടിയുണ്ട്. ഇതിങ്ങനെയാണ് മുഴുവൻ മതങ്ങളും ഉണ്ടാകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കലഹം മുഴുവൻ ഉണ്ടാകുന്നത് ആരാ ദൈവം എന്നുള്ളതാണ് യഥാർത്ഥ കോൺഫ്ലിക്റ്റ്. ഇങ്ങനെ വിഗ്രഹാരാധനയ്ക്ക് അടിമപ്പെട്ടപ്പോൾ പലതര ലെവലിലുള്ള വിഗ്രഹാരാധന, അതനുസരിച്ച് പല തരത്തിലുള്ള അധമ വികാരങ്ങൾക്ക് മനുഷ്യൻ അടിമപ്പെട്ടു പോയി. അതിനകത്ത് ലൈംഗിക വൈകൃതങ്ങൾ തൊട്ട്, അതിനകത്തൊരു വലിയ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. 30-ാം വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും 29-30 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിവിടെ വായിക്കാൻ ഈ സമയത്ത് അത്ര കൊള്ളത്തില്ല. പിന്നെ നിങ്ങൾ സ്വസ്ഥമായിട്ട് വായിച്ചാൽ മതി. ആ ലിസ്റ്റിലുള്ള പാപങ്ങൾ മുഴുവൻ, അതിനകത്ത് അസൂയാന്നുള്ള ഒരു സാധനം കൂടെ ഉണ്ട്. അസൂയ വരെ ഉണ്ട്. അപ്പം നമ്മളുണ്ട്. നമ്മൾ വിഗ്രഹാരാധന ഉണ്ടോ? ഇപ്പോൾ ഉണ്ടോ? വിഗ്രഹാരാധന ഉണ്ടായിരിക്കും ചിലപ്പം. നമുക്ക് നോക്കാം ഉണ്ടോ ഇല്ലോ എന്ന്. വിഷമിക്കണ്ട, ഇങ്ങോട്ട് വരുവാ. അപ്പോൾ ഒന്നാമത്തെ തലത്തിൽ പാപത്തെക്കുറിച്ച് റോമാലേഖനം പറയുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്താതെ സൃഷ്ടിയെ സൃഷ്ടിതാവായി കാണുന്ന പാപം. ഇതാണ് 10 കൽപ്പനകൾ കൊടുക്കുമ്പോഴും ഒന്നാമത് കാണിച്ചു കൊടുത്തത്, അല്ലേ? സൃഷ്ടിയെ സൃഷ്ടിതാവാക്കുന്ന പാപം. ഓക്കെ, അത് നമുക്ക് 1-ാം അധ്യായം ഇവിടെ വിടാം. 2-ാം അധ്യായം ഇത്തിരി കുഴപ്പമുണ്ടാക്കുന്ന ഒരു അധ്യായമാണ്. കാരണം അതിനകത്ത് ഒത്തിരി ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ 2-ാം അധ്യായത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട ചില വാക്യങ്ങൾ മാത്രം വായിക്കാം. നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് വായിക്കുമ്പോൾ ഇത് കൂടുതൽ വ്യക്തമാവും. 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, വായിക്കാം ആർക്കെങ്കിലും. അവൻ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. ശ്രദ്ധിക്കണേ, നല്ല പ്രവൃത്തിക്ക് വേണ്ട സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം പൂണ്ട് സത്യമനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. ഓക്കെ, അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം. ഈ 2-ാം അധ്യായത്തിൽ പറയുന്നത്, നന്മ പ്രവർത്തിക്കുന്നവർക്ക് പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ നിത്യജീവനും, തിന്മ പ്രവർത്തിക്കുന്നവർക്ക് കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. അപ്പൊ അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, നല്ല പ്രവൃത്തി അനുസരിച്ചാണ് ദൈവം ഒരാളെ നിത്യജീവൻ കൊടുക്കുന്നതും. അങ്ങനെയല്ലേ അവിടെ എഴുതിയേക്കുന്നേ, അല്ലേ? പ്രവൃത്തിയോടെ എന്താ അന്വേഷിച്ചാൽ മതി? അക്ഷയതയും നിത്യതയും ഒരാൾ ചോദിച്ചാൽ മതി. അപ്പം എളുപ്പമായില്ലേ സംഗതി? ഇനി താഴോട്ട് വായിച്ചു നോക്കി, 12-ാം വാക്യം. അപ്പൊ ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരല്ല, ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ഓക്കെ, അടുത്തത്, ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്താലോ? ന്യായപ്രമാണം വെച്ച് വിധിക്കപ്പെടും. അപ്പൊ രണ്ടുപേരുടെയും കാര്യം പോക്കാം, അല്ലേ? പാപം ചെയ്ത രണ്ടുപേരുടെയും കാര്യം പോക്കാം. പ്രമാണം ഉള്ളവന്റെ കാര്യവും പോക്കാം, പ്രമാണം ഇല്ലാത്തവന്റെ കാര്യം പോക്കാം. സത്യം അന്വേഷിക്കുന്നതെങ്കിലോ പ്രമാണം ഉള്ളവനും രക്ഷപ്പെടും, പ്രമാണം ഇല്ലാത്തവനും രക്ഷപ്പെടും. അടുത്ത വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. 14-ാം വാക്യം 13-14 വായിച്ചോ. കണ്ടോ, ന്യായപ്രമാണം കേൾക്കുന്നവരാ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, റോമാലേഖനം മുഴുവൻ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത് പറഞ്ഞിട്ട് ഇവിടെ പൗലോസ് ഇവിടെ പറയുന്നത് എന്താ? ന്യായപ്രമാണം പ്രവർത്തിക്കുന്നവരാണ് ദൈവസന്നിധിയിൽ. അതാ കിടക്കും. അടുത്ത വാക്യം, ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണം ഇല്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. ഈ വാക്യം ശ്രദ്ധിച്ച് നോക്കി നമുക്കൊരു കാര്യം മനസ്സിലാവും. മോഷ്ടിക്കരുത്, ഞാൻ മോഷ്ടിക്കുന്നില്ല, കാരണം എനിക്ക് ന്യായപ്രമാണമുണ്ട്. ന്യായപ്രമാണത്തിലൊരു കൽപ്പനയാണ് മോഷ്ടിക്കരുത് എന്നുള്ളത്, അതുകൊണ്ട് ഞാൻ മോഷ്ടിക്കുന്നില്ല. എന്നാൽ ഈ ന്യായപ്രമാണം ഇല്ലാത്ത വേറൊരുത്തൻ അവനും മോഷ്ടിക്കുന്നില്ല, കാരണം അവന് ന്യായപ്രമാണം അവർ കൊടുത്തിട്ടില്ല. പക്ഷെ അവന്റെ ഹൃദയത്തിനകത്ത് അവൻ തന്നെ അവനൊരു പ്രമാണമായി മനസാക്ഷിക്കനുസരിച്ച് അവൻ മോഷ്ടിക്കുന്നില്ല. അല്ലേ? അങ്ങനെയല്ല അത് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിനർത്ഥം ഇംഗ്ലീഷ് എഴുതുമ്പോൾ കുറച്ചും കൂടെ കാര്യമായിട്ട് അവിടെ ഉണ്ട്. ഈ 15-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, they show that the work of the law is written on their hearts
Why their conscience also bear witness, and their conflicting thoughts accuse or even excuse them on that day when according to my gospel God judges the secrets of men by Christ Jesus. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അന്ന് ക്രിസ്തുവിന്റെ സുവിശേഷം വെച്ച് അവർ വിധിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നവന്റെ രണ്ട് ചിന്തകൾ, അതായത് പ്രവർത്തിക്കുന്നവനും തമ്മിലുള്ള വേർതിരിവ്, ഒന്നുകിൽ അവരെ രക്ഷിക്കുകയോ അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുകയോ ചെയ്യും. എന്ത് വെച്ച് വിധിക്കുമ്പോൾ? ദൈവത്തിന്റെ സുവിശേഷം, യേശുവിന്റെ സുവിശേഷം വെച്ച് അവരെ വിധിക്കുമ്പോൾ. ഓക്കെ, ഇത്രയും പറഞ്ഞു വരുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം ഇതാണ്: സുവിശേഷം കേൾക്കാത്ത ആൾക്കാർ എങ്ങനെ രക്ഷപ്പെട്ടോളൂ? മനസാക്ഷി അനുസരിച്ച് നല്ലത് പ്രവർത്തിച്ചാൽ രക്ഷപ്പെട്ടോളൂ. തോന്നില്ല? അങ്ങനെ നിങ്ങൾക്ക് തോന്നില്ലേ? തോന്നുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ ന്യായപ്രമാണം ഉള്ളവരോ? ന്യായപ്രമാണം അനുസരിച്ച് എല്ലാം ചെയ്താൽ രക്ഷപ്പെട്ടോളൂ. ഓ, ഗ്രേറ്റ് അല്ലേ? പക്ഷേ എന്താ പ്രശ്നം എന്നറിയോ? ഒരു വലിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നമാണ് പ്രശ്നം. ഇത് ഇവിടെ തീരുന്നില്ല ചർച്ച. ഇത് നിങ്ങൾ വായിച്ച് വീട്ടിൽ നിന്ന് വായിച്ച് എവിടെ വരെ എത്തണമെന്നറിയോ? 3-ാം അധ്യായം. ഇതിങ്ങനെ തുടർച്ചയായിട്ട് വായിച്ചാൽ മതി. 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് വാ. അത് തന്നെ പറയുന്നത് 3-ാം അധ്യായത്തിന്റെ 9. ആകയാൽ എന്ത്? നമുക്ക് വിശേഷതയുണ്ടോ? അപ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ എന്തെങ്കിലും വിശേഷതയുണ്ടോ? അല്ല, ഉണ്ടോ? ഇത്രയും നേരം കേട്ടതിൽ നിന്നുണ്ടോ? അനുസരിച്ചാൽ രക്ഷപ്പെട്ടു, അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും. അപ്പോൾ ന്യായപ്രമാണം ഉള്ളവൻ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? പറ. ഇല്ല. അനുസരിച്ചാൽ മാത്രമേ എന്തുള്ളൂ? സ്പെഷ്യാലിറ്റി ഉള്ളൂ. അത് പ്രമാണമില്ലാത്തവൻ മനസാക്ഷി അനുസരിച്ചാലും അവനും രക്ഷപ്പെടും. അപ്പം അതുകൊണ്ടും എന്തില്ല? സ്പെഷ്യാലിറ്റി ഒന്നും ഇല്ല. വായിച്ചു നോക്കിയേ. ഓക്കെ, ഒന്നുകൂടെ വായിക്കാം. 9-ാം വാക്യം. ആകയാൽ എന്ത്? നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ: ആർ വി ജ്യൂസ് എനി ബെറ്റർ? നമുക്ക് എന്തെങ്കിലും, ജ്യൂസായ യഹൂദന്മാരായ നമുക്ക് എന്തെങ്കിലും മറ്റവരെക്കാൾ വിശേഷതയുണ്ടോ? നോ, നോട്ട് അറ്റ് ഓൾ. ഇല്ലേ ഇല്ല. അടുത്ത വാക്യം: യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൻ കീഴാകുന്നുവെന്ന് മുമ്പേ തെളിയിച്ചുവല്ലോ. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ മനസാക്ഷി അനുസരിച്ച് സത്യം പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവനെ സ്വർഗത്തിൽ കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ? ഒരാൾ പോലുമില്ല. ആരെങ്കിലും ഒരാൾ ന്യായപ്രമാണം അനുസരിച്ച് ഇത് പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ അവനെ കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ ഒരാൾ പോലും ഇല്ലെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യം: നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അനുസരിക്കുന്നവൻ ആരുമില്ല, നീതിമാൻ ആരുമില്ല. ദൈവം തന്നെ ആരും അനുസരിച്ചിട്ടില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഇപ്പൊ ഈ പാസ്റ്റർ ഇവിടുത്തെ പോലീസുകാരൻ ഞാൻ ഇവിടുത്തെ കള്ളനെന്ന് വിചാരിച്ചോ? ഇപ്പൊ ഞാൻ ഈ പോലീസുകാരൻ എന്നെ അന്വേഷിച്ച് നടക്കുക. ആ തടിയുള്ളവരത്തിന് ഇതിലേ വന്നായിരുന്നോ? ഇപ്പം നിങ്ങൾ പറയില്ല, കണ്ടില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വരിക, ഞാൻ വന്നിട്ട് ചോദിക്കുക, ആ പാസ്റ്റർ ഇവിടെ എങ്ങനെ വരുന്ന കണ്ടായിരുന്നോ? ഞാൻ എന്തിനാ ചോദിക്കുന്നത്? ഞാൻ എന്തിനാ പാസ്റ്റർ അന്വേഷിക്കുന്നത്? രക്ഷപ്പെടാൻ വേണ്ടിയാ. ഈ പാപിയായ മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചാൽ എന്തിനു വേണ്ടിയായിരിക്കും അന്വേഷിക്കുന്നത്? രക്ഷപ്പെടാൻ വേണ്ടി അന്വേഷിക്കാൻ അവന് പറ്റുള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കും, പലപ്പോഴും നമ്മൾ അന്വേഷിക്കുന്നുണ്ടല്ലോ, ദൈവമേ നീ ഉണ്ടെങ്കിൽ എനിക്ക് വെളിപ്പെടുത്തി തരണമേ, ദൈവമേ നീ എൻ്റെ ഈ വിഷമങ്ങളുടെ ഇടയിൽ നീ എന്താ വരാത്തത്, എനിക്ക് നിൻ്റെ മുഖമൊന്ന് കണ്ടാൽ മതി. അന്വേഷിക്കുന്നുണ്ടല്ലേ? ഈ ഹിമാലയത്തിലൊക്കെ പോയ സന്യാസിമാർ അവിടെ ഇരുന്ന് ദൈവമേ എന്ന് വിളിച്ച് അന്വേഷിക്കുമായിരുന്നല്ലേ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അല്ലേ? പക്ഷെ ബൈബിൾ പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരുത്തം പോലും. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ബൈബിൾ അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിയോളജിയിലൊരു പ്രയോഗമുണ്ട്. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടില്ലായിരിക്കും. ഞാൻ ഇന്ത്യ ബൈബിൾ കോളേജ് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ പ്രയോഗം നിങ്ങൾ ഓർത്തിരിക്കണമെന്ന്. ഞാൻ നിങ്ങളോട് ഓർത്തിരിക്കാൻ പറയുന്നില്ല, സഭയിൽ ഇത് ഓർത്തിരുന്നിട്ട് വലിയ കാര്യമില്ല. കാര്യം മനസ്സിലായാൽ മതി. ഇൻ കർവേറ്റസ് സേ എന്ന് പറയും. അത് ഒരു ലാറ്റിൻ പ്രയോഗമാണ്. ഇൻ കർവേറ്റസ് സേ എന്ന് പറഞ്ഞാൽ, കർവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കർവ്, വളഞ്ഞിരിക്കുന്നത്. ഇൻ കർവേറ്റസ് സേ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ത് ചെയ്താൽ വളഞ്ഞിരിക്കുമെന്നാണ് ആ പ്രയോഗം. അതിനർത്ഥം ഇപ്പം നമ്മളിവിടുന്ന് നേരെ ഈ ഡോറ് വരെ നടന്നു. നേരെയാണോ ഞാൻ നടക്കുന്നത്? ഈ ഗ്രീൻ നടുക്കോടെ നടന്നു. നേരെയാണോ? നേരെയാന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഭൂമി ഉരുണ്ടതായതുകൊണ്ട് ഞാൻ സത്യത്തിൽ വളഞ്ഞാണ് ചെന്നത്. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നേരെ പടിഞ്ഞാറോട്ട് നടന്നോ, അറബിക്കടൽ ക്രോസ് ചെയ്തോ, നേരെ പോയി ആഫ്രിക്ക ചെല്ലുമോ അതോ ഗൾഫിൽ ചെല്ലുമോ? എവിടെ ചെന്നാലും കുഴപ്പമില്ല. നേരെ ചെന്ന് നടന്ന് അറ്റ്ലാന്റിക് ഓഷ്യൻ കയറി നടന്ന് അമേരിക്ക, വടക്കമേരിക്കയുടെ താഴെ കൂടെ മെക്സിക്കോയിൽ കൂടെ കയറി നടന്ന് പസഫിക് ഓഷ്യനിൽ കൂടെ വന്ന് തിരിച്ച് നമ്മൾ കുണ്ടറ വന്നു. കുണ്ടറ വന്നപ്പം നമ്മൾ നേരെ നടന്നുള്ളൂ.
പക്ഷെ സംഗതി വളഞ്ഞു പോയത് നമ്മൾ അറിഞ്ഞിട്ടില്ല. എത്രവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? നമുക്ക് ദിശ മാറിയിട്ടില്ല. ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി ഉരുണ്ടതാന്ന് മാത്രമല്ല, ഈ പ്രകൃതിയിൽ എവിടെ 2 പോയിന്റ് ഇട്ടിട്ട് വരച്ചാലും അതിൻ്റെ ഏറ്റവും കുറഞ്ഞ ദൂരം വളഞ്ഞിരിക്കുള്ളൂ. ഫിസിക്സ് പഠിച്ചിട്ടുള്ള പിള്ളേർക്ക് അറിയാം ഇത്. അതായത് ഡിഗ്രി ലെവലിലെങ്കിലും പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. സ്പേസ് ടൈം ആക്സിസ് എന്ന് പറഞ്ഞ ആക്സിസ് ഉണ്ട്, അത് വളഞ്ഞ ആക്സിസാണ് എന്ന് പറഞ്ഞാൽ എവിടെ ഇരുന്നാലും വളഞ്ഞിരിക്കത്തുള്ളൂ. അതാണ് ഇൻകർവേറ്റസ്. നമ്മുടെ സ്വഭാവവും വളഞ്ഞിരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് പോയി അവസാനം വരുന്നത് നമ്മളിൽ തന്നെയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നിങ്ങൾക്കത് മനസ്സിലാക്കി തരാം ഞാൻ എങ്ങനെയാന്ന്. നിങ്ങളുടെ ദൈവം നിങ്ങളുടെ അയൽവക്കക്കാരോട് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ ആ ദൈവം നിങ്ങളുടെ സൈഡാണോ അയൽക്കാരുടെ സൈഡാണോ? പറ. നിങ്ങളുടെ സൈഡല്ലേ? അവനൊരു പണി കൊടുക്കാൻ ദൈവം നോക്കിയിരിക്കുമല്ലേ? അവനോട് ദൈവം പണിതോളും എന്നല്ലേ നമ്മൾ പറയുന്നത്? നിങ്ങളങ്ങനെ പറയത്തില്ലായിരിക്കും അല്ലേ? ഇനി എൻ്റെ മക്കളെ അമേരിക്കയിൽ പഠിപ്പിക്കാൻ പറ്റണമെന്ന് എൻ്റെ ആഗ്രഹം. ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ? അതുതന്നെ. പിന്നെ നടക്കുന്നില്ലാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിശാച് സമ്മതിക്കുന്നില്ല. അതാ സത്യം പറഞ്ഞാൽ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചേക്കുന്ന ദൈവം ആരാന്നറിയോ? നമ്മൾ തന്നെയാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ നടപ്പാക്കുന്ന ഒരു ഗുണ്ട. നിങ്ങൾക്ക് സംശയം ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളുമാണ് ദൈവത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും. ആണോ അല്ലയോ? അത് ഞാൻ പൊരുത്തം പറഞ്ഞു, അമേരിക്ക അത്ര രസമില്ല. അതിലും നല്ലത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, നോർവേ, സ്വീഡൻ എവിടെയെങ്കിലും പോകുന്നു. അതാണ് ലോകത്തിലെ ഏറ്റവും ഡെവലപ്ഡ് രാജ്യങ്ങൾ. എന്നാൽ പിന്നെ ഞാൻ എൻ്റെ ആഗ്രഹം മാറ്റി, എൻ്റെ മകൻ സ്വീഡനിൽ പോയാൽ മതി. അപ്പോൾ ദൈവവും മാറ്റി, എന്നാൽ പിന്നെ സ്വീഡൻ ആയിക്കോട്ടെ. കാരണം എന്താ? ഈ ദൈവത്തിന് സ്വന്തമായൊരു ഐഡിയ ഒന്നുമില്ല. ഞാൻ എന്ത് പറയുന്നു അതാണ് ഈ ദൈവത്തിൻ്റെ ഐഡിയ. നിങ്ങൾക്ക് പരിചയമുണ്ടോ ഈ ദൈവത്തെ? പരിചയമുണ്ടോ? ഈ ദൈവം നമ്മുടെ അടുത്തോടെ നടക്കുന്ന മിക്കവാറും സമയത്ത് നമ്മൾ തന്നെയാണ്. ഈ വളഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ നമ്മുടെ സ്വഭാവത്തെ നീതീകരിക്കുന്ന ഒരു ദൈവത്തെ കണ്ടുപിടിച്ചു. നമ്മളെ നല്ലവരാക്കുന്ന ഒരു ദൈവം, നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവം. അപ്പോൾ ദൈവത്തിന് പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. നമ്മൾ എന്താഗ്രഹിക്കുന്നോ അത് നടപ്പാക്കി തരും. പിന്നെ പിശാചിനാ ശക്തി, അതുകൊണ്ട് എല്ലാം അങ്ങ് നടപ്പാകുന്നില്ല. അതിൻ്റെ കാര്യം നമ്മൾ കണ്ടെത്തിയ ദൈവത്തിന് വലിയ ശക്തിയൊന്നും ഇല്ല. അല്ലെങ്കിലും പിന്നെ 40 ദിവസം ഉപവാസ പ്രാർത്ഥനയൊക്കെ നടത്തിയ ദൈവത്തെ നമ്മളങ്ങ് ശക്തീകരിക്കുക എടുക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഇത് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയാൻ മേല, പക്ഷേ വളരെ സത്യമായ കാര്യമാണ്. ഒരു മനുഷ്യനും ദൈവത്തെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അവനെ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കുള്ളൂ. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഒരു ഭയങ്കര പോരാട്ടമാണ് പാസ്റ്ററെ. ഞാൻ പറഞ്ഞു, ആണോ? എന്താ പോരാട്ടം? അയൽവക്കത്തുനിന്ന് കൂടോത്രം മുട്ടയിൽ ചെമ്പരത്തി പോയി. ഞാൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യ്, പ്രാർത്ഥിക്ക്. പ്രാർത്ഥനയാൽ ഉപവാസത്താൽ നീങ്ങിപ്പോകാത്ത ഒരു ജാതിയും ഇല്ലല്ലോ. അപ്പോൾ അവർ പറയാം, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവാസം എടുക്കുന്നുണ്ട്, ഇതൊന്നും പോകുന്നില്ല പാസ്റ്ററെ. ഞാൻ പറഞ്ഞു, ഒരു പണി ഞാൻ പറഞ്ഞുതരാം, എളുപ്പ വഴി. എന്താ? ഈ കർത്താവിനെ വിട്ടിട്ട് നീ ആ കൂടോത്രക്കാരൻ്റെ കൂടെ പോക്കോ. ഞാൻ നോക്കിയിട്ട് ഇപ്പം അതിനാ ശക്തി കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്തിനാ ഈ പാവം കർത്താവിൻ്റെ പുറകെ നടക്കുന്നത്? നമ്മുടെ കൂടെ ഉള്ളവനേക്കാൾ, ഇനി ഇതെങ്ങാനും ക്ലിപ്പായിട്ട് വന്നിട്ട് നമ്മുടെ കൂടെ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാളും വലിയവനാ. പക്ഷെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച ദൈവം എന്ന് പറഞ്ഞൊരു സ്വപ്നജീവി, അതിന് ശക്തിയൊന്നുമില്ല. അത് നമ്മളുണ്ടാക്കിയ. ഇതിനെ ശക്തിപ്പെടുത്താനാണ് നമ്മൾ ഈ ബഹളമെല്ലാം. പ്രിയ സഹോദരങ്ങളെ, പ്രാണനിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ അടുത്ത് എല്ലാം സാധിക്കില്ല. അവസാനം കർത്താവ് പറയും, നീ ഇതെല്ലാം ചെയ്തിട്ടുണ്ടല്ലേ, ഞാൻ നിന്നെ അറിഞ്ഞില്ലല്ലോ. അപ്പൊ ഇൻകർവേറ്റസ് സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും വളഞ്ഞിരിക്കും എന്നുള്ളതാണ്. അത് നിസ്സഹായാവസ്ഥയാണ്, മനുഷ്യന്റെ ആബ്സല്യൂട്ട് നത്തിങ്നെസ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്ത് ചെയ്താലും വളഞ്ഞിരിക്കും. ഞാൻ നിങ്ങളുടെ ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. യേശു പ്രസംഗിച്ചപ്പോൾ സ്ട്രൈറ്റ് ആയിരുന്നു, പിതാവിനെ മഹത്വപ്പെടുത്തി. ആ കേട്ടവരോടെല്ലാം ഭയങ്കര സ്നേഹവും ഭാരമൊക്കെ ആയിരുന്നു. എനിക്ക് അത്രയൊന്നും ഇല്ല, വളഞ്ഞിരിക്കുക. വളഞ്ഞ് എൻ്റെ അടുത്തോട്ട് തന്നെ മുട്ടി നിന്നിരിക്കുക. ഈ പ്രസംഗം എത്ര പേര് ഇഷ്ടപ്പെടുന്നുണ്ട്, എത്ര പേര് കേൾക്കുന്നുണ്ട്. ഞാനത് അന്വേഷിക്കാറില്ല. അത് മനഃപൂർവ്വം അന്വേഷിക്കാത്ത, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ കാണും ആ വളവ്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ഇത് തൂത്തുകളയാൻ പറ്റാത്തൊരു വളവാ. അതാണ് ലോകത്തിൽ മനുഷ്യന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിനകത്ത് ഡോർ അടഞ്ഞു കിടക്കുന്ന ഒരു മനുഷ്യനെ വെളിയുന്ന ഒരാൾക്കല്ലാതെ രക്ഷിക്കാൻ പറ്റത്തില്ല. സ്വയം രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലാണ് ലോകത്തിലെ സകല മനുഷ്യരും. ഇതാ റോമാലേഖനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. അന്വേഷിക്കുന്നില്ല, അന്വേഷിക്കാൻ പറ്റത്തില്ല. അവനവനെ തന്നെ അന്വേഷിക്കുന്നത്. നമ്മൾ അന്വേഷിക്കുന്ന ദൈവം ആരാന്നറിയോ? എൻ്റെ പ്രശ്നങ്ങളിൽ എന്നെ സഹായിക്കുന്ന ദൈവം. അതേ ഉള്ളൂ.
എൻ്റെ പ്രശ്നം മാറ്റുന്ന ഒരാൾ വേണം. അപ്പോൾ നീതിമാനായാലും കുഴപ്പമില്ല, അല്ലേ, അനീതിമാനായാലും കുഴപ്പമില്ല, എൻ്റെ കൂടെ നിൽക്കണം, അത്രയേ ഉള്ളൂ. ദശാംശം കൊടുത്താൽ അവൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ ദൈവത്തെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? എന്നോട് ഒരാൾ ചോദിച്ചതാണ്, വർഷങ്ങൾക്ക് മുമ്പ്. ഈ ദശാംശം എന്ന് പറഞ്ഞാൽ 50,000 രൂപയുടെ ദശാംശം ശരിക്കും 5,000 രൂപ തന്നെയല്ലേ പാസ്റ്റർ? പാസ്റ്റർ പറഞ്ഞാണ്. അല്ല, ഞാൻ അത്രയും ദശാംശം കൊടുത്തിട്ട് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന ദൈവം. ഓക്കെ, യഥാർത്ഥ ദൈവം നമ്മുടെ മുമ്പിലേക്ക് വന്നാലുണ്ടല്ലോ, നമ്മുടെ വളവെല്ലാം ഒടിയും. അവൻ്റെ മുമ്പിൽ കിടന്ന് നമ്മൾ നിലവിളിക്കും, അല്ലേ? പത്രോസിനുണ്ടായ അനുഭവം ഉണ്ടാവും, ഇയ്യോബിനുണ്ടായ അനുഭവം ഉണ്ടാവും. എവിടെയെങ്കിലും പോയി ചാരത്തിലും പൊടിയിലും കിടന്നോളാന്ന് പറയും. ഇയ്യോബ് അങ്ങനെ പറഞ്ഞ്, എൻ്റെ കണ്ണ് നിന്നെ കണ്ടുപോയതുകൊണ്ട് ദൈവത്തെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച ദൈവമൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു. പക്ഷെ നിന്നെ യഥാർത്ഥത്തിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത്, ഈ കേട്ടുകേൾവി CD കൂടെ കേട്ടതൊന്നും അല്ല യഥാർത്ഥ ദൈവം. ഞാൻ കണ്ട ദൈവമാണ് യഥാർത്ഥ ദൈവം. ആ ദൈവത്തെ കാണുമ്പോൾ മനസ്സിലാകുന്നത്, ഞാൻ നരകത്തിൽ പോയി ഇരുന്നോളാം. അവിടെ ഈ തീയും, അവിടെ പറഞ്ഞിരിക്കുന്നത് പൊടിയിലും ചാരത്തിലും കിടക്കാമെന്നാണ്. അത് ശരിക്കും പഴയ നിയമത്തിൽ നരകത്തെക്കുറിച്ചുള്ള ഒരു കൂടിയതായ വെളിപ്പാടില്ല, അതിനൊരു നിഴൽ മാത്രമേ ഉള്ളൂ. ആ നിഴൽ ഇതാ പറയുന്നത്, എല്ലാ വേസ്റ്റുകളും ഇട്ട് കത്തിക്കുന്ന സ്ഥലം, ഗഹന്ന, അവിടെ കിടന്ന് എരിഞ്ഞോളാം. ഒരു പാപം ചെയ്യാത്തവനായി പറയുന്നത്. ഒരു പാപത്തെക്കുറിച്ചും, ഒരു പാപം ചെയ്യാത്തവൻ ഞാൻ പറയുന്നില്ല, ഒരു പാപത്തെക്കുറിച്ചും പിശാച് പോലും ചിന്തിക്കാത്ത ഇയ്യോബ പറയുന്നത്, എനിക്ക് നരകം മതി, നരകത്തിൽ പോയി കിടന്നോളാം എന്ന് പറഞ്ഞാൽ, ഈ പുതിയ നിയമത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നിത്യനരകത്തെക്കുറിച്ചല്ല അവിടെ പറയുന്നതെങ്കിലും, ആ പൊടിയിലും ചാരത്തിലും പോയി കിടക്കാമെന്ന് അവൻ പറയുമ്പം, എന്നെ തന്നെ വെറുത്ത് ഞാൻ ആ പൊടിയിലും ചാരത്തിലും പോയി കിടക്കാമെന്ന് പറയുമ്പോൾ അതിനർത്ഥം, നീ എന്നെ കാസ്റ്റ് ഔട്ട് ചെയ്ത് വേസ്റ്റ് ഇട്ട് കത്തിക്കുന്നിടത്ത് കിടന്നാൽ അതാ എനിക്ക് പറ്റിയ പ്ലേസ്, നിന്റെ മുമ്പിൽ നിൽക്കുന്നേക്കാ ഭേദം അതാണ്. സങ്കീർത്തനം 39 അവസാന വാക്യം എന്താണെന്നറിയോ? ഞാൻ ഇവിടെ നിന്ന് പോയി ആശ്വാസം പ്രാപിക്കേണ്ടതിന് ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെ ആകുന്നതിന് മുമ്പ് ഒരു ഇത്തിരി ഒന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, ഒന്ന് ചിരിക്കേണ്ടതിന്, ഒന്ന് പുഞ്ചിരിക്കാൻ പറ്റേണ്ടതിന് കർത്താവേ നീ മുഖം ഒന്ന് തിരിച്ചു പിടിക്കണേ. അല്ല, ചത്തുപോകുന്നതിന് മുമ്പ് എനിക്ക് ആശ്വസിക്കാൻ സാധിക്കത്തില്ല. കാരണം ദൈവം, അങ്ങനെ ഒരു ദൈവത്തിന് മുമ്പ് നിങ്ങൾ പോയി പെട്ടിട്ടുണ്ടോ? അതോ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച ദൈവത്തിന് മുമ്പിൽ നിങ്ങളെ നീതീകരിച്ച് വെച്ചിരിക്കുവാണോ? നിങ്ങൾ നല്ല മനുഷ്യരാന്ന് വിചാരിച്ചിരിക്കുവാണോ? അപ്പൊ പാപത്തിന്റെ അടുത്ത തലത്തിലുള്ള വെളിപ്പാടിലോട്ട് നമ്മൾ പോയിട്ടില്ല. ദൈവത്തിന്റെ തേജസ്സിന്റെ മഹത്വം എന്താണെന്നും ക്രിസ്തു ആരാണെന്നുമുള്ള വെളിപ്പാടിലേക്ക് നമ്മൾ വന്നിട്ടില്ല എന്നാണ് അതിനർത്ഥം. അപ്പൊ പാപത്തിന്റെ രണ്ടാമത്തെ തലത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ജഡജീവിതത്തിൽ ചിന്തകളിലൂടെ വ്യാപരിക്കുന്ന പാപത്തിന്റെ ശക്തിയാണ്. ഈ 2-ാം അധ്യായം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന, ഒരുത്തനും നീതിമാനില്ല, ആരും മനസ്സിലാക്കുന്നില്ല, ആരും ദൈവത്തെ അന്വേഷിക്കുന്നുമില്ല, എല്ലാവരും ഒരുപോലെ പിന്തിരിഞ്ഞ് കൊള്ളരുതാത്തവരായി മാറിയിരിക്കുന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അപ്പോൾ പാപത്തിൻ്റെ 2-ാമത്തെ തലത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് ശരീരത്തിൻ്റെ പ്രവൃത്തിയുടെ തലമല്ല, പിന്നെയോ നമ്മുടെ ചിന്തകളുടെ തലത്തിലും അന്വേഷണത്തിൻ്റെ തലത്തിലും നമ്മൾ ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. നമ്മൾ നമ്മളെ തന്നെയാണ് ദൈവങ്ങളായിട്ട് കാണുന്നത്. ഇത് എവിടെ തുടങ്ങിയാണെന്നറിയോ? ആദമിൻ്റെയും ഹവ്വയുടെയും കാലത്ത് പിശാച് അവരോട് പറയുന്നത്, നീ ഈ ദൈവത്തിൻ്റെ അടിമയായിരിക്കാതെ നീ തന്നെ നല്ലതും ചീത്തയും എന്താണെന്ന് തീരുമാനിക്കുക, നിന്റെ പിള്ളേരെ എങ്ങനെയാ പഠിപ്പിക്കേണ്ടത് നീ തീരുമാനിക്കുക, നീ തന്നെയാണ് നിന്റെ ദൈവം. പക്ഷെ നമ്മൾ വളഞ്ഞു തിരിഞ്ഞു പോയി അവിടെ പിടിക്കുന്നു, അത്രയേ ഉള്ളൂ. ഹിന്ദുക്കളോട് പറഞ്ഞാൽ അവർ ഭയങ്കര സത്യസന്ധരാണ്. എനിക്ക് ഹിന്ദുക്കളുടെ തിയോളജി ഭയങ്കര ഇഷ്ടമാണ്. പാപത്തെക്കുറിച്ച് പറയുന്നിടത്ത് രക്ഷ എന്താണെന്നോ ജീവൻ എന്താണെന്നോ അവർക്ക് അറിയാൻ മേല, പക്ഷെ പാപത്തെക്കുറിച്ച് ബൈബിൾ പറയുന്ന പോലെ തന്നെ അവരുടെ ഫിലോസോഫിക്കൽ ഹിന്ദുയിസം നിർവഹിച്ചിരിക്കുന്നത്. അതായത് ദൈവം എവിടെയെന്ന് അന്വേഷിച്ചെടുത്തും കറങ്ങിത്തിരിഞ്ഞ് ലോകം മുഴുവൻ കറങ്ങിത്തിരിഞ്ഞ് അവസാനം കണ്ടുപിടിച്ച അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ്. എങ്ങനെയുണ്ട്? നമ്മളങ്ങനെ സമ്മതിക്കൂല ഞാൻ തന്നെയാണ്, പക്ഷെ നമ്മളതിൻ്റെ ഒരു പേരിട്ട് വളർത്തിയെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചത് നമ്മളെ തന്നെയാണ്. മനസ്സിലായോ ഞാൻ പറയുന്നത്? അവരതങ്ങ് സമ്മതിക്കുക, ഞങ്ങൾ തന്നെയാണ് കണ്ടുപിടിക്കാൻ അതേ പറ്റുള്ളൂ. വളഞ്ഞ് അന്വേഷിച്ച് അവസാനം കണ്ടുപിടിച്ചു ആരെയാ? ഞാൻ തന്നെ. അഹം ബ്രഹ്മാസ്മി, അതാണ് അവരുടെ കണ്ടുപിടുത്തം. ഈ അഹം ബ്രഹ്മാസ്മി എന്നൊരുത്തം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവൻ മോശം പ്രാപിച്ചെന്ന് അവർ വിചാരിക്കുന്നത്. നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ അത്? നമ്മളൊക്കെ എപ്പോഴേ മോശം പ്രാപിക്കേണ്ടതല്ലേ? നമ്മളെ തന്നെ കണ്ടെത്തി, നമ്മുടെ സ്വപ്നങ്ങളെ കണ്ടെത്തി. നമ്മുടെ സ്വപ്നങ്ങളാണ് ദൈവം, നമ്മുടെ ആഗ്രഹങ്ങളാണ് ദൈവം, നമ്മുടെ വിശുദ്ധിയാണ് ദൈവം. മീശ വെച്ച പാസ്റ്റർമാരെ ഇഷ്ടമില്ലാത്ത ദൈവമാണ് കേരളത്തിലുള്ളത്. എന്നാൽ മീശ ഇല്ലാത്ത ഒരൊറ്റ പാസ്റ്റർ പോലും ആന്ധ്രയിലില്ല, തമിഴ്നാട്ടിലില്ല. അവിടെ ദൈവം എന്ത് ചെയ്യുമെന്ന് ഞാൻ വിഷമിച്ചിരിക്കുക. ഇതെല്ലാം നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ചൊരു ദൈവത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാ. ഇതെല്ലാം ഇങ്ങനെ തന്നെ നടന്നാലേ നടക്കൂ എന്ന് നമ്മുടെ ദൈവം നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച ആളാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഞാൻ ഇനി ഇത് കൂടുതൽ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് അവിടെ നിങ്ങൾ ബാക്കി ധ്യാനിച്ചാൽ മതി, നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ 2 തലങ്ങൾ നമുക്ക് മനസ്സിലായി കഴിയുമ്പോഴാണ് ഇനി അടുത്ത പ്രശ്നം. ഇത് ഈ 3-ാം അധ്യായത്തിൻ്റെ 18 വാക്യം വരെ
18 വാക്യം വരെ ഈ നമ്മുടെ പാപത്തെക്കുറിച്ചാണ്. 20 വാക്യം കൂടെ വായിച്ചോ. അതുകൊണ്ട്, ഏതുകൊണ്ട്? ഇതുകൊണ്ട്, ഈ വളഞ്ഞിരിക്കുന്നതുകൊണ്ട്, ദൈവത്തെ അന്വേഷിക്കാൻ പറ്റാത്തത് കൊണ്ട്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നേരത്തെ എന്താ നമ്മൾ വിചാരിച്ചിരുന്നത്? 2-ാം അധ്യായം വായിച്ചപ്പോൾ നീതീകരിക്കപ്പെടുമെന്ന്. അവൻ അങ്ങനെ അനുസരിച്ചിരുന്നെങ്കിൽ അവൻ നീതീകരിക്കപ്പെട്ടേനെ. പക്ഷെ അത്ര ഒരു നിവർന്ന സ്വഭാവം ആർക്കും ഇല്ല. എല്ലാം വളഞ്ഞിരിക്കുന്നതുകൊണ്ട് ആർക്കും പ്രവർത്തിച്ച് ഒരു കാര്യവും നിവർത്തി വെക്കാൻ സാധിക്കില്ലാത്തത് കൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ആരെയും നീതീകരിക്കാൻ പറ്റില്ല. അപ്പം മനസാക്ഷിയുടെ പ്രവൃത്തിയാൽ പറ്റുമോ? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ ആരും നീതീകരിക്കപ്പെടുന്നില്ലെങ്കിൽ മനസാക്ഷിയുടെ പ്രവൃത്തിയാൽ ആരെങ്കിലും നീതീകരിക്കപ്പെടാൻ പറ്റുമോ? ലോകത്തിൽ ഏതെങ്കിലും ഇങ്ങനൊരു മനുഷ്യനുണ്ടോ മനസാക്ഷി 100% അനുസരിച്ചിട്ടുള്ള? ആരുമില്ല. അതുകൊണ്ട് മനസാക്ഷി കൊണ്ടും പറ്റില്ല, ന്യായപ്രമാണം കൊണ്ടും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം അവസാനിപ്പിക്കുന്നത്. 21 മുതൽ പറയുന്നത് എന്താണെന്നറിയോ? ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റാത്ത മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം ഒരു വഴി കണ്ടുപിടിച്ചു. അതെന്താണെന്നറിയാമോ? ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ത്രൂ ഫെയ്ത്ത്. വിശ്വാസത്താലുള്ള നീതീകരണം ദൈവം കണ്ടുപിടിച്ചൊരു വഴിയാണ്. പ്രവൃത്തികളാൽ രക്ഷപ്പെടാത്ത മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം കണ്ടുപിടിച്ച വഴിയെക്കുറിച്ചാണ് 3:21 മുതൽ 5-ാം അധ്യായത്തിന്റെ അവസാനം വരെ പറയുന്നത്. അത് നമ്മൾ പതുക്കെ മനസ്സിലാക്കും. കാരണം അത് ഇന്ന് പറയേണ്ട വിഷയമല്ല. ഇന്ന് നമ്മൾ പാപത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ രക്ഷാ വഴി എന്താണ് എന്നാണ് 3-ാം അധ്യായം മുതൽ 3-ാം അധ്യായത്തിന്റെ 21 മുതൽ സത്യം പറഞ്ഞാൽ 8-ാം അധ്യായം വരെ അത് തന്നെ 8-ാം അധ്യായം വരെ പറയുന്നത് അത് തന്നെയാണ്. 10-ാം അധ്യായം വരെ പറയുന്നത് അത് തന്നെയാണ്. പക്ഷെ പാപത്തെക്കുറിച്ചുള്ള വാക്യങ്ങൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് 3, 4, 5 അധ്യായങ്ങൾ നമ്മൾ വിടുന്നു. 6-ാം അധ്യായം തൽക്കാലം വിടുന്നു. 7-ാം അധ്യായത്തിലേക്ക് വരാം. ഓക്കെ, 7-ാം അധ്യായം ഇതിലേക്കെല്ലാം നമ്മൾ തിരിച്ചു വരും. ഇവിടെ ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. 7-ാം അധ്യായം മുഴുവൻ വായിച്ചാൽ ഇന്നെങ്കിലും ഇത് പറഞ്ഞു തീരത്തില്ല. സമയം എന്നെ ഭയപ്പെടുത്തുന്നു. അതുകൊണ്ട് നമുക്ക് 21 മുതൽ വായിക്കാം. 21 ഓൺവേർഡ്സ്. അല്ലല്ലോ, 21 തൊട്ട് വായിക്കാം. അല്ലല്ലോ, ഞാൻ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്നുവെങ്കിലും തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഓക്കെ, അടുത്ത വാക്യം. ഇതൊരു ഹൈ ലെവലാണ് ശരിക്കും. നമ്മൾ ഈ റോമാലേഖനം 7-ാം അധ്യായം പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് പൗലോസിൻ്റെ ജീവിതത്തിൽ ആദ്യകാലത്തെക്കുറിച്ച് പറയുന്നതാണ്. വേറെ ചിലർ പറയുന്നത് പൗലോസ് മാനസാന്തരപ്പെടുന്നതിന് മുൻപുള്ള വാക്യമാണ്. ഓക്കെ, വേറെ ചിലർ പറയുന്നത് പൗലോസ് മാനസാന്തരപ്പെട്ട ശേഷമുള്ള വാക്യമാണ്. ഇതൊന്നുമല്ല. ഇത് സത്യത്തിൽ പറയുന്നത് എന്തുകൊണ്ട് നിയമം അനുസരിക്കാൻ, ലോ അനുസരിക്കാൻ ഒരു മനുഷ്യന് പറ്റുന്നില്ല എന്ന. പൗലോസ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. എന്തുകൊണ്ടാണ് ന്യായപ്രമാണം വഴി ഒരാൾക്ക് നീതീകരിക്കപ്പെടാൻ പറ്റാത്തതെന്ന്. ഓക്കെ, എന്തുകൊണ്ട്? ഇവിടെ ഇപ്പം വായിച്ച വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, എൻ്റെ ഉള്ളം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. അപ്പം നല്ല ഉള്ളമാണ്. ഒത്തിരി ദേഹി മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു പ്രവൃത്തിയുടെ തലത്തിലുള്ള പാപം, രണ്ടാമത് പറഞ്ഞു ദേഹിയുടെ തലത്തിലുള്ള പാപം. ഈ ദേഹിയുടെ തലത്തിലുള്ള പാപം എന്താണ്? നമ്മുടെ ദേഹി മുഴുവൻ ഈവിൽ ചിന്തകളാണ്, അല്ലേ? നമ്മുടെ ആഗ്രഹങ്ങൾ ഈ ലോകത്തോടാണ്. നമ്മൾ കണ്ടത് അല്ലേ? എന്നാൽ ഇവിടെ പറയുകയാണ് ഇവൻ്റെ ആഗ്രഹം ലോകത്തോടല്ല. ഇവൻ്റെ ആഗ്രഹം ഫുട്ബോൾ കാണുന്നതിനോടല്ല രസിക്കുന്നത്, കോമഡി കേൾക്കുമ്പോഴല്ല രസിക്കുന്നത്. ഇവൻ എപ്പോഴാണ് രസിക്കുന്നത്? അപ്പോൾ ആള് ശുദ്ധന അല്ലേ? ഒത്തിരി നന്നായിട്ടുണ്ടല്ലേ? നിങ്ങൾക്ക് ന്യായപ്രമാണത്തിൽ രസിക്കുന്ന ഒരവസ്ഥയിലോട്ട് വന്നിട്ടുണ്ടോ? പൗലോസ് വന്നിട്ടുണ്ട്. അവിടെ കാണുന്നത് പ്രവൃത്തികൾ ഓക്കെ ആയി. കള്ളുടിക്കാൻ പോകുന്നില്ല, സിഗരറ്റ് വലിക്കാൻ പോകുന്നില്ല, ബഹളം വയ്ക്കുന്നില്ല, യാതൊരു പ്രശ്നവുമില്ല. 2, മനസ്സിലെ ചിന്തകളെ നിയന്ത്രിച്ച് അടിമയാക്കിയിട്ടുണ്ട്. അവനിപ്പോൾ രസം എവിടെയാണ്? ബൈബിൾ വായിക്കുന്നതിലും വചനത്തിലും പ്രമാണത്തിലും രസിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരെ പോലും ഇന്ന് കാണാനില്ല. നമുക്ക് ഭയങ്കര രസമാണ് ദൈവത്തിൻ്റെ പ്രമാണം. കാരണം യേശുവിൻ്റെ പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്ര സുന്ദരമായ പ്രമാണങ്ങൾ ലോകത്തൊരിടത്തുമില്ല. നിന്റെ ശത്രുക്കളെ സ്നേഹിക്കണം, ലോകത്താരും പറഞ്ഞിട്ടില്ല. നമ്മൾ അഹങ്കാരത്തോടെ ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും എല്ലാം പറയുന്ന കാര്യമാണ്. ആര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ? എന്ത് രസമല്ലേ യേശു! ഭയങ്കര രസമാണ്. എൻ്റെ ഉള്ളം മുഴുവൻ അതിൽ രസിക്കുക. എനിക്ക് വചനം വായിക്കുമ്പോൾ അതിനകത്ത് വെളിപ്പാടുള്ളൊരു ഭയങ്കര രസമാണ്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയാമോ? എൻ്റെ അവയവങ്ങളിലൊരു പാപത്തിൻ്റെ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് പ്രശ്നം. 3-ാമത്തെ തലമെന്ന് പറയുന്നത് മനസ്സിലുമല്ല, അത് ശരീരത്തിൻ്റെ അവയവങ്ങളിലാണ്. ഈ പാപം സെൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ബലഹീനരും നിസ്സഹായരുമായി പോകുന്നത്. ഇവിടെ വരെ എത്തിയാലേ
ഒരാൾ ക്രിസ്തു എന്ന സത്യത്തിലേക്ക് ശരിക്കും എത്തുന്നുള്ളൂ. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവാം, പക്ഷെ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് ഒരാൾ വരണമെങ്കിൽ പാപത്തെ ഇച്ഛേഷം നടക്കുകയാണ്. 2 സ്ഥലത്ത് അത് പറഞ്ഞിട്ടുണ്ട്. ഒരിടത്ത് യേശു ഉത്തരം പറയുന്നു, വേറൊരിടത്ത് ശാസ്ത്രി ഉത്തരം പറയുന്നു. ചോദ്യം ഇതാണ്: ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏത്? ശ്രദ്ധിക്കണേ, ബൈബിളിലെ ഏറ്റവും വലിയ കൽപ്പന ഏതെന്നല്ല, ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള ഏറ്റവും വലിയ കൽപ്പന ഏതെന്നല്ല, യേശു ഇനി പഠിപ്പിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കൽപ്പന ഏതെന്നല്ല, ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏത്? ഉത്തരം: നിന്റെ ദൈവമായ കർത്താവ്, ഇസ്രായേലെ കേൾക്കാൻ, നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, അവനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു ഒന്നാമത്തേതും പ്രധാനവുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം: നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഇവിടെയാണ് പ്രശ്നം. നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കണം. അപ്പോൾ എന്ത് കൽപ്പന അനുസരിച്ചാലും ദൈവം ഒരു കാര്യം നോക്കുന്നുള്ളൂ: ഇതിനകത്ത് സ്നേഹം ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ. ഇപ്പം നിന്നെപ്പോലെ നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ 2 ചക്കപ്പഴം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അയൽവക്കക്കാരന് എത്ര കൊടുക്കണം? 1 കൊടുക്കണം. അതിനെയാണ് നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അതല്ല. അതിൽ നല്ല ചക്കപ്പഴം ആർക്ക് കൊടുക്കും? നമ്മളെടുക്കുമോ അവർക്ക് കൊടുക്കുമോ? ഇനി അതും പോട്ടെ, നമ്മുടെ പിള്ളേർ ഈ നല്ല ചക്കപ്പഴം കൊള്ളാമെന്ന് പറഞ്ഞ് തിന്നുമ്പോഴാണോ നമുക്കിഷ്ടം, അതോ അയൽവക്കത്തെ പിള്ളേരത് കഴിക്കുമ്പോഴാണോ ഇഷ്ടം? പറഞ്ഞേ. എന്നാൽ ഇനി നാളെ തൊട്ട് തീരുമാനിച്ചേ, ഞാനിനി അവരെയും ഇതുപോലെ സ്നേഹിക്കാൻ പോവാന്ന്. നടക്കില്ല, നോട്ട് പോസിബിൾ. എന്താ കാര്യം എന്നറിയോ? പഴയ നിയമത്തിലെ ഡിമാൻഡ് പോലും അനുസരിക്കാനുള്ള ഹോർമോണുകൾ നമ്മുടെ ശരീരം ഉണ്ടാക്കുന്നില്ല. എനിക്ക് വിശ്വസിക്കാം. ഇത് കുളമാകുന്നത് പ്രവൃത്തി ചെയ്യാൻ പറയുമ്പോൾ കുളമാകുന്നില്ല. നമ്മൾ കുറേ പ്രവൃത്തികളൊക്കെ ഒപ്പിക്കുന്നുണ്ട്, പക്ഷേ അതിനകത്ത് സ്നേഹമെന്ന് പറഞ്ഞൊരു സാധനമില്ല. ഒരു ഭിക്ഷക്കാരൻ വീട്ടിൽ വന്നു, നിങ്ങൾ 100 രൂപ കൊടുത്തു. നിങ്ങൾ കൽപ്പന അനുസരിച്ചോ? 100 രൂപ കൊടുക്കാൻ കൽപ്പന ഇല്ല. ബൈബിളിൽ ഒരിടത്തും എഴുതിയിട്ടില്ല ഒരു ഭിക്ഷക്കാരൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് 100 രൂപ കൊടുക്കണമെന്ന് എഴുതിയിട്ടില്ല. അവിടെ എഴുതിയിരിക്കുന്ന കൽപ്പനയുടെ പൊരുൾ എന്താണ്? അവനെ നിന്നെപ്പോലെ സ്നേഹിക്കണമെന്നാണ്. ഇതൊന്ന് വരുത്തി നോക്കിയേ നിങ്ങളുടെ ഹൃദയത്തിലേക്ക്. ഞാൻ ദൈവത്തെ അനുസരിക്കാൻ പോവാന്ന് തീരുമാനിച്ചേ, ആ തീരുമാനത്തിലൊന്ന് രസിച്ചേ, എനിക്ക് കർത്താവിനെ പ്രസാദിപ്പിച്ചാൽ മതി ബ്രദറേ എന്ന് പറഞ്ഞേ. പക്ഷെ സ്നേഹം ഉണ്ടാവില്ല. ഇതുണ്ടാക്കാൻ പറ്റിയൊരു ശരീരം നമുക്കില്ല. എത്ര പേർക്ക് മനസ്സിലായത്? മനസ്സിലാവുന്നുണ്ടോ? ഈ നിസ്സഹായാവസ്ഥ അഭിമുഖീകരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ദൈവത്തിന് മുമ്പ് നിന്നിട്ട് 0 മാർക്ക് കിട്ടിയ അവസ്ഥ, എല്ലാ പ്രവൃത്തിയും ചെയ്തിട്ടും 0 മാർക്ക് കിട്ടിയ അവസ്ഥ കിട്ടിയിട്ടുണ്ടോ? ഞാനൊരു അനുഭവകഥ പറയാം. ഇതിങ്ങനെ പറഞ്ഞു പോയി എത്ര മണി വരെ പറയാൻ പറ്റും? പക്ഷേ ഞാൻ നിർത്തണമല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ഇന്നും പകുതിക്ക് വെച്ച് നിർത്തുകയാണ്, ബാക്കി നാളെ രാവിലെ. ഞങ്ങൾക്കൊരു അഡോപ്റ്റഡ് മോനുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. HIV പോസിറ്റീവായിട്ടൊരു മോനുണ്ട്. അവനെ 10 വർഷം ഞങ്ങളുടെ വീട്ടിൽ താമസിപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾ അവനെ കെയർ സെൻറ്ററിൽ ബാംഗ്ലൂരിലേക്ക് മാറ്റി. അപ്പം കഴിഞ്ഞ വർഷം ജൂലൈയിലാണെന്നാണ് എൻ്റെ ഓർമ്മ, ജൂലൈയിലോ ഓഗസ്റ്റിലോ ബാംഗ്ലൂരിൽ വെച്ച് ഒരു പാസ്റ്റേഴ്സ് മീറ്റിംഗ് നടക്കുകയായിരുന്നു. അപ്പം അവിടെ വന്ന ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, ബ്രദറിനൊരു കൊച്ചുണ്ടല്ലോ ഇങ്ങനെ, ആ കൊച്ചിനെ ഞങ്ങൾക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞു. അദ്ദേഹം കണ്ടു, ഭയങ്കര സന്തോഷമായി. ഇവൻ ഓടി വന്ന് പപ്പാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. ഞാൻ അവനിങ്ങനെ ചേർത്ത് നിർത്തി വർത്തമാനമൊക്കെ പറഞ്ഞു. സന്തോഷമായിട്ട് കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്തു, എന്നിട്ട് പോയി. അന്ന് വൈകിട്ട് ആ പാസ്റ്റർ മീറ്റിംഗ് നടത്തുമ്പം വളരെ ബഹുമാനത്തോടെ പറഞ്ഞു, ഞാനൊരു അത്ഭുതകരമായൊരു കാഴ്ച കണ്ടു. HIV ഉള്ളൊരു കൊച്ചു ഓടി വന്ന് ഈ പാസ്റ്ററിനെ പപ്പാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നത് കണ്ടു. ഭയങ്കര സന്തോഷം തോന്നിയൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവ് പറഞ്ഞു, സത്യമല്ലല്ലോ ഇത്, നീ തിരുത്താൻ പറഞ്ഞു. അപ്പം ഞാൻ ആ പാസ്റ്റർ പറഞ്ഞു, എനിക്ക് മൈക്കും തരാമെന്ന് ചോദിച്ചു. തീർന്നു, മീറ്റിംഗെല്ലാം തീർന്നു. ഞാൻ മൈക്ക് മേടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പാസ്റ്റർ പറഞ്ഞതിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാസ്റ്റർ കണ്ടത് എനിക്ക് അവനോടുള്ള സ്നേഹമല്ല, അവൻ എന്നോടുള്ള സ്നേഹമാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനൊരു മാസം മുമ്പ് ഞാൻ എൻ്റെ കുടുംബമായി ഞങ്ങളെല്ലാവരും കൂടി ഇവനെ കാണാൻ വന്നായിരുന്നു. അപ്പം എല്ലാവരും കണ്ടു, യാത്ര പറഞ്ഞു. പിരിഞ്ഞ ശേഷം ഞാൻ കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇവനോട് ഒന്നും കൂടെ യാത്ര പറയണം. ഞാൻ പിന്നെയും ഡോറ് അടച്ച് വെളിയിലിറങ്ങി ഇവൻ്റെ അടുത്ത് ചെന്നിട്ട് ഇവനെ തോളത്തിങ്ങനെ കയറ്റി പറഞ്ഞു, മോനെ പോവാ കേട്ടോ, അടുത്ത മാസം പപ്പ വരാം എന്ന് പറഞ്ഞു. ഇവൻ എന്നെ വട്ടം അങ്ങ് പിടിച്ചിട്ട് ഈ കോളറിൽ ഇങ്ങനെ അങ്ങ് പിടിച്ചിട്ട് പിന്നെ വട്ടം അങ്ങ് പിടിച്ചു.
ഒറ്റ കരച്ചിൽ നിർത്തുന്നില്ല. കരഞ്ഞ് എൻ്റെ ഷർട്ട് മുഴുവൻ നനഞ്ഞ് കുളിച്ചു. ഞാൻ വിചാരിച്ചു കരഞ്ഞങ്ങ് തീർക്കട്ടെ. 10-15 മിനിറ്റ് അങ്ങനെ അവൻ കരഞ്ഞ് അവൻ കരച്ചിൽ നിർത്തി. ഞാൻ അവനെ ആശ്വസിപ്പിച്ച് സംസാരിച്ചു. അവൻ പോയി, സ്റ്റാർട്ടൊക്കെ തന്നിട്ട് പോയി. ഞാനിങ്ങനെ വണ്ടിയിലിരുന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ കർത്താവിനോട് ചോദിച്ചു, എൻ്റെ കർത്താവേ, അവൻ എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റാത്തത്? അപ്പം കർത്താവ് പറഞ്ഞു, അവൻ നിൻ്റെ സ്വന്തം രക്തമല്ലാത്തതുകൊണ്ട്. എൻ്റെ ഹൃദയം തകർന്നു പോയി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അവനെ 10 വയസ്സ് വരെ 10 വർഷക്കാലം ഞങ്ങൾ എടുത്തുകൊണ്ട് നടന്ന് ബ്ലീഡിങ് ആയിരുന്ന സമയത്ത് ഗ്ലൗസ് ഇട്ട് ആഹാരം കൊടുത്ത് എടുത്തുകൊണ്ട് ബൈക്കിൽ കൂടെ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി കൂടെ നടത്തി ഞങ്ങളുടെ പിള്ളേരോട് കളിച്ചു. 10 വർഷം കഴിഞ്ഞിട്ട് അവന് വയ്യാതായി. അവന് രാത്രിയിൽ ഓക്സിജൻ മാസ്ക് വയ്ക്കേണ്ട ആവശ്യം വന്നു, TB വന്നു, പലതരം സെക്കൻഡറി ഇൻഫെക്ഷൻസ് വന്നു. ഇത് മറ്റു പിള്ളേർക്ക് പകരുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടല്ലേ, അതൊരു സാഹചര്യം ഉള്ളത് കൊണ്ടല്ലേ, ഞങ്ങളെക്കൊണ്ട് പറ്റാഞ്ഞത് കൊണ്ടല്ലേ, മനസ്സോടെയല്ലേ ഞങ്ങൾ അവനെ വിട്ടത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇതെല്ലാം നിൻ്റെ സുന്ദരമായ എക്സ്ക്യൂസസ്, പക്ഷേ ഞാൻ കാണുന്ന കാരണം അവൻ നിൻ്റെ രക്തമല്ലാത്തതുകൊണ്ടാണ്. എന്ത് പറഞ്ഞാലും കർത്താവ് സമ്മതിക്കുന്നില്ല. ഇത് അവൻ നിൻ്റെ രക്തമല്ലാത്തതുകൊണ്ടാണ്. ഞാൻ അവിടെ ഇരുന്ന് തകർന്ന് തരിപ്പണമായി പോയി. ഞാൻ പറഞ്ഞു, അപ്പോൾ കർത്താവ് ചോദിച്ചു, നിൻ്റെ സ്വന്തം മകനായിരുന്നെങ്കിൽ നീ അവനെ വിടുമായിരുന്നോ? അവൻ ഇത്രയും കരഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ തിരിച്ചു പോകുമായിരുന്നോ? നീ ബാംഗ്ലൂർ തന്നെ വീടെടുത്ത് താമസിച്ചേനെ. പക്ഷെ നിൻ്റെ രക്തമല്ലാത്തതുകൊണ്ട്. ഇതെൻ്റെ മനസ്സിൽ കിടന്നു. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, നിനക്ക് കിട്ടിയേക്കുന്ന മാർക്ക് എത്രയാണെന്നറിയോ ഈ പ്രവൃത്തിക്ക്? 0. കാരണം ഒറ്റ കാര്യമേ ദൈവം ഡിമാൻഡ് ചെയ്തുള്ളൂ, ലവ്, അഗപ്പെ. ബാക്കി എല്ലാ പണിയും ഞാൻ ചെയ്തു, പക്ഷെ ദൈവം ഡിമാൻഡ് ചെയ്ത ഒരൊറ്റ പണി മാത്രം എൻ്റെ ഉള്ളിൽ നിന്നുണ്ടായില്ല, 0. ഞങ്ങളുടെ വീട്ടിലൊരു ആപ്പിളുണ്ടെങ്കിൽ 4ആയിട്ട് മുറിക്കാൻ എനിക്ക് പറ്റും. ഞങ്ങൾക്ക് 1 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ 4ആയിട്ട് പകുക്കാൻ എനിക്ക് പറ്റും. പക്ഷെ എൻ്റെ മകനോട് കൊടുക്കുന്ന സ്നേഹം ഇവരോട് കൊടുക്കാം. എത്ര ബട്ടൺ അമർത്തിയാലും എത്ര നിലവിളിച്ചാലും. ഞാനിന്ന് ആഗ്രഹിച്ചു പിളർന്നതാം പാറയെന്നുള്ളൊരു പാട്ട് കേട്ടാൽ കൊള്ളാമെന്ന്. ഇനിയിപ്പോൾ ഇന്ന് എൻ്റെ സമയം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഉണ്ടാവില്ല. അതിനകത്തൊരു വാക്കുണ്ട്, ഇങ്ങനെയാണ്: കൽപ്പന കാക്കുവാൻ ഒട്ടും ശക്തനല്ല ഞാൻ, വൈരാഗ്യമേറിയാലും കണ്ണുനീർ തൂകിയാലും പാപം മാത്രം പോകുന്നില്ല. കാരണം എന്താണെന്നറിയോ? മനസ്സുകൊണ്ട് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ശരീരത്തിൽ ഈ സാധനം ഉണ്ടാകുന്നില്ല, ഈ സ്നേഹം. ഇത് നമ്മളെ അസൽ ബലഹീനരും 0 മാർക്കുകാരുമായിട്ട് മാറ്റാനുള്ള കാരണം ഉണ്ടെന്നറിയോ? നിങ്ങളൊന്ന് ആലോചിക്കുക. മിക്കവാറും വിശ്വാസികളെല്ലാം വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾക്കൊരു 30, 32, 34 മാർക്ക് വരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണ്ടെന്നാണ്. ജയിക്കാൻ വേണ്ടത് 35. 1-2 കാര്യങ്ങളിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാൽ നിങ്ങൾക്ക് പാസ്സായി പോകാം, കർത്താവിന് ഇഷ്ടമാണ് നമ്മുടെ വിചാരം. പക്ഷെ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം, സത്യം പറഞ്ഞാൽ എല്ലാ പരീക്ഷയ്ക്കും നമുക്ക് 0 കിട്ടിയിട്ടുള്ളൂ. കാരണം ദൈവം എല്ലാ ആൻസറിലും നോക്കി, ഇവിടെ അകപ്പെ വന്നിട്ടുണ്ടോ, ഇവിടെ അകപ്പെ വന്നിട്ടുണ്ടോ, ഇവിടെ സ്നേഹം വന്നിട്ടുണ്ടോ, 0 0 0 0 0. ഇതാണ് വീരന്മാരായ ഞാൻ. പാപത്തെ ആ തലത്തിൽ കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ യാതൊരു ഗുണവുമില്ലാത്തവരാണെന്നുള്ള കാര്യം. ആ തലത്തിലേക്ക് നമ്മൾ ആത്മാവ് നമ്മുടെ പാപത്തെ കാണിച്ചു തരണം. പാപബോധം വരുത്തുന്നത് അങ്ങനെയാണ്. ഇതവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഇത് വളരെ ഹയർ ഫോമിലാണ് പൗലോസ് പാപത്തെ സെൻസ് ചെയ്യുന്നത്. അവൻ ദൈവത്തിൻ്റെ ആത്മാവിൽ രസിച്ചിട്ടും അവൻ പറയാ, ഈ നാശകരമായ ശരീരത്തിൽ നിന്ന്, ഈ അഗപ്പെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത, ദൈവസ്നേഹം ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് രക്ഷിക്കും? ശരീരത്തിൽ നിന്ന്, ചിന്തകളിൽ നിന്നല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 34 മാർക്ക് മേടിക്കുന്നവനോട് സാർ എന്തായിരിക്കും പറയുന്നത്? എടാ, ഉത്സാഹിച്ച് പഠിച്ചാൽ 35 കിട്ടും. ഇതാ ഇന്നത്തെ പ്രസംഗങ്ങൾ. വിടേണ്ടതിനെ വിട്ട് ചേരേണ്ടടുത്ത് ചേർന്നാൽ നിന്റെ കാര്യം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് 32 ഉണ്ട്, 3 കൂടെ മതി. അതേ സമയത്ത് ഞാനിങ്ങനെ ഇരിക്കുക, 0 മാർക്ക്. വേറെ പ്രശ്നമൊന്നുമില്ല. സിഗരറ്റ് വലിക്കുന്നില്ല, കള്ളു കുടിക്കുന്നില്ല, നല്ല ചിന്തകളാണ്, ആത്മാവിലെല്ലാം രസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്ന ഇഷ്ടമാണ്, ബൈബിൾ കേൾക്കുന്ന ഇഷ്ടമാണ്, പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നടപ്പാകുന്നില്ല. കാരണം അഗപ്പെ എന്ന് പറഞ്ഞൊരു സാധനം എൻ്റെ അവയവങ്ങളിലില്ല. ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുക, 0 0 0. സാർ എന്തായിരിക്കും എന്ന് പറയുന്നത്? ഈ 0 കിട്ടുന്നവനോട് 0 അല്ലാതെ 1 മാർക്ക് പോലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നവനോട് എന്തായിരിക്കും പറയുന്നത്? പറ്റാത്തവനോട് എന്തായിരിക്കും പറയുന്നത്? നീയൊക്കെ എന്തിനാടാ പുസ്തകം എടുത്തോണ്ട് നടക്കുന്നത്? സ്കൂളിന് പേരുദോഷം ഉണ്ടാക്കിപ്പിക്കാൻ. നിന്റെ അപ്പനോട് പറഞ്ഞു, നിനക്കൊരു പണ്ടത്തെ കാലത്ത് കാളയെ മേടിച്ചു തരാൻ പറ.
ഈ ഗതികെട്ടവനാണ് ഞാൻ പാസ്സായതിനെയാണ് ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. വെറും പാസ്സല്ല, 100-ൽ 100 പാസ്സാ. ഇതെങ്ങനെ കിട്ടിയെന്നുള്ളതാണ് ഈ ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത്. ഇവിടെ പാപം പെരുകിയെടുത്ത് കൃപ പെരുകി എന്ന് പറയുമ്പോൾ നമ്മൾ മണ്ടന്മാർ മനസ്സിലാക്കുന്ന വ്യഭിചാരം ചെയ്യാതിരുന്നവൻ വ്യഭിചാരം ചെയ്തപ്പം കൃപയിലേക്ക് വീണു എന്നാ. അങ്ങനെ കുറേ അവനെ പഠിപ്പിച്ചു. അതല്ല, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുള്ള പാപത്തിൻ്റെ ഡെപ്ത് കാണിച്ചു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി എത്രമാത്രം ലംഘനം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, അതിനെല്ലാം കൃപ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് പാപത്തിൻ്റെ ഡിസ്കവറി വർദ്ധിക്കും തോറുമാണ് കൃപയുടെ ഡിസ്കവറി വർദ്ധിക്കുന്നത്. നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഈ മണ്ടന്മാരെങ്ങനെ 100 വാങ്ങിച്ചെന്നുള്ള. ഇത് ദൈവത്തിൻ്റെ കൃപയാണ്. നമുക്ക് 100-ൽ 100 ഇനിയും വാങ്ങിക്കാം. ഇതുവരെ 0 ആണെങ്കിലും ഇനിയും വാങ്ങിക്കാം. അതിന് ഈ രാവിലെ തൊട്ട് പണിയണമൊന്നുമില്ല. ഇത് ബോധ്യപ്പെട്ട ശേഷം അങ്ങോട്ടുള്ള പണിയാണ് നമ്മുടെ മാർക്ക് തീരുമാനിക്കുന്നത്. അത് 5 മണിക്ക് തുടങ്ങിയാലും മതി, പ്രതിഫലം ഒന്ന് തന്നെയാണ്. ഈ 100 മാർക്കിന് എന്ത് ചെയ്യും? ഇപ്പം നിങ്ങളോട് തന്നെ ഉത്തരം ആലോചിക്കാൻ ഞാൻ ഇട്ടിട്ടാണ് ഇന്ന് രാത്രി ഇത് നിർത്താൻ പോകുന്നത്. ഒരു മുറി, നമ്മൾ ഈ മുറി ഇരിക്കും, ഒരു ഡോറേ ഉള്ളെന്ന് വിചാരിച്ചോ. ആ ഡോറിൻ്റെ വാതിൽക്കൽ 250 കിലോ വെയിറ്റ് ഉള്ള ഒരു കല്ല് വെച്ചിട്ടുണ്ട്. നിങ്ങളൊരാൾ ആ റൂമിലുണ്ട്. എങ്ങനെ രക്ഷപ്പെടും? 10 കിലോ ആയിരുന്നെങ്കിൽ എടുത്ത് മാറ്റിയിട്ട് പോയായിരുന്നു. 100 കിലോ ആയിരുന്നെങ്കിലും എങ്ങനെയെങ്കിലും ഉന്തി തള്ളി എങ്ങനെയെങ്കിലും മാറ്റിയിട്ട് പോയായിരുന്നു. 250 കിലോ വെച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് നടക്കില്ല. ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. ഇപ്പോഴെങ്ങും അല്ല, അത് കാഹളനാദം കേൾക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ എന്നും കൂടെ ഓർക്കുമ്പോഴാണ് നമ്മുടെ ഞരക്കം കൂടുന്നത്. കാരണം ഒരു രക്ഷയില്ല, അനുസരിക്കുന്നില്ല, 0 ആയെന്ന് മാത്രമല്ല, ഇത് അടുത്ത കാലത്തെങ്ങും നമ്മുടെ ശരീരം രക്ഷപ്പെടാനും പോകുന്നില്ല. അത് കാഹളനാദത്തെങ്കിലും രക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ അത്രയും നാൾ നമ്മൾ പ്രവർത്തിച്ചാൽ, നമ്മുടെ ജഡത്തിൽ പ്രവർത്തിച്ചാൽ പിന്നെയും 0 അല്ലാതെ ഒന്നും കിട്ടാനും പോകുന്നില്ല. അപ്പം എൻ്റെ തകർച്ച എന്ന് പറയുന്നത് എനിക്ക് 0 കിട്ടണമെന്നുള്ളതല്ല, 0 അല്ലാതെ ഒന്നും സ്കോർ ചെയ്യാൻ പോലുള്ള ബുദ്ധിയും എനിക്കില്ല. ഞാൻ ഉറപ്പായിട്ടും നാശത്തിന് മാത്രം യോഗ്യനായ ഒരു മനുഷ്യൻ എന്നുള്ള അതാണ് എന്നെ തകർത്ത് തരിപ്പണമാക്കി കളയുന്നത്. ഈ തകർച്ചയാണ് ശരിക്കുള്ള മാനസാന്തരം. ഐ ആം അൺഎബിൾ ടു ഡു. ഈ നിയമം വരുന്നവരെ ഈ പ്രോബ്ലം ഇല്ലായിരുന്നു കേട്ടോ. ന്യായപ്രമാണം വരുന്നവരെ, ഇത് 7-ാം അധ്യായം വായിക്കുന്നത് മനസ്സിലാവും. ന്യായപ്രമാണം വരുന്നവരെ നമ്മളെല്ലാം മിടുക്കന്മാരായിരുന്നു. ഒരു വീട്ടിലൊരു ഡ്രൈവർ വന്നു, ഡ്രൈവറല്ല, ഒരു വേലക്കാരൻ വന്നു. ആ വേലക്കാരൻ വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് ഈ ബയോഡേറ്റ എഴുതുന്ന പിള്ളേർ ചോദിച്ചാൽ എന്താ എക്സ്പെർട്സ് എന്നറിയോ? ആ ബയോഡേറ്റ വായിച്ച് തോന്നി ഇമാർ ലോകത്തുള്ള എല്ലാ പണിയും ചെയ്യുന്നു, പക്ഷെ ഒന്നും ചെയ്യാൻ ശരിക്കും അറിയാൻ മേലായിരിക്കും. ഇങ്ങനൊരു ബയോഡേറ്റയുമായിട്ടാണ് ഇവൻ വന്നേക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ഡ്രൈവിങ്, കുക്കിങ്, ഹൗസ് മെയിൻ്റനൻസ് എല്ലാത്തിനും ടിക്കാണ്. അവൻ ഭയങ്കരമായിട്ട് അവനെ അഡ്വർട്ടൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊള്ളാം, കാണാനും കൊള്ളാം, ആരോഗ്യമുണ്ട്, എന്നാൽ പിന്നെ ഇവനെ ജോലിക്ക് നിയമിച്ചേക്കാമെന്ന് ഈ യജമാനൻ തീരുമാനിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ യജമാനൻ പറഞ്ഞടാ നീ ആ കാറൊന്നും തിരിച്ചിട്ടേ. അവൻ പോയി വണ്ടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഇടിച്ച് ആകെ കുളമാക്കി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഡ്രൈവിങ് ഇവനെ ഏൽപ്പിക്കാൻ പറ്റത്തില്ല. അടുത്ത ലോ, നീ മുറ്റമൊന്ന് അടിച്ചു വാരിയിട്ടെ. അങ്ങോട്ട് 4 ഇല പോകുമ്പം ഇങ്ങോട്ട് 6 ഇല വരും. കാരണം അവൻ കാറ്റിനെതിരെ അടിക്കുന്നു. അതും അറിയത്തില്ല. എന്നാൽ പിന്നെ അപ്പം ഭാര്യ പറയുന്നത് ഇവനെ കുക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. സാമ്പാർ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഉണ്ടാക്കിയത് സാമ്പാറാണോ അവിയലാണോ രസമാണോ എന്ന് അവന് പോലും അറിയാൻ മേല. അതും അറിയാൻ വയ്യ. ഇനി ഇവനെ പുറത്താക്കാനല്ലാതെ വേറൊന്നിനും കൊള്ളത്തില്ല. നിയമം വരുന്നവരെ നമ്മുടെ ഉള്ളിൽ പാപം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ വയ്യ. പക്ഷെ നിയമം വന്നപ്പോൾ എത്ര കിലോ പാപം ഉണ്ടെന്ന് മനസ്സിലായി. പാപം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി. നിയമം വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവനെ കൊല്ലാനല്ലാതെ വേറൊന്നിനും കൊള്ളത്തില്ല. ഈ അവസ്ഥയിലാണ് പൗലോസ് നിലവിളിക്കുന്നത്, ആരെന്നെ രക്ഷിക്കും? നാശകരമായ ശരീരത്തിൽ നിന്ന് ആരെന്നെ രക്ഷിക്കും? പത്രോസിന് അതേ പ്രോബ്ലം ഉണ്ടായി. പത്രോസ് യേശുവിനോട് പറയുന്നുണ്ട്, ഈ പഴയ നിയമത്തിൻ്റെ ചുരുക്കം, ന്യായപ്രമാണത്തിൻ്റെ ചുരുക്കം എന്താ? ഏറ്റവും വലിയ കൽപ്പന എന്താ? നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പോൾ അത് നമ്മുടെ ശക്തിയല്ലേ, എൻ്റെ ശക്തിയാണ്, എൻ്റെ പൂർണ്ണ ശക്തി അല്ലേ, എൻ്റെ പൂർണ്ണ ഹൃദയം. അപ്പം എനിക്ക് എന്തുമാത്രം കപ്പാസിറ്റി ഉണ്ടോ ഈ പഴയ മനുഷ്യന്, എന്തുമാത്രം കപ്പാസിറ്റി ഉണ്ടോ അത്രയും കൊടുക്കണമെന്നേ പഴയ നിയമം പറയുന്നുള്ളൂ. അവിടെ പോലും നമ്മൾ എത്തിയിട്ടില്ല. എന്നാൽ പുതിയ നിയമത്തിൽ യേശു പറയാണ്, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു. എന്താണെന്നറിയോ? എന്തോ? അതിനുമുമ്പ് കർത്താവ്, ഇത് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു അല്ലേ. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. അവസാനം പറയുന്നത്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്താ കാരണം എന്നറിയോ? ഒരൊറ്റ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നുള്ളൂ. അതെന്തോ? 12-ാം വാക്യം,
15:12 വായിച്ചേ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ. അപ്പൊ എന്റെ ശക്തി പോരാ, എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ പോരാ. പുതിയ നിയമം, യേശു എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ ആരെ സ്നേഹിക്കണം? നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അപ്പൊ ഞാൻ യേശുവിനോട് ചോദിക്കുക, കർത്താവേ, നീ എന്നെ എന്തുമാത്രം സ്നേഹിച്ചെന്ന് പോലും എനിക്ക് അറിയാമേല. അപ്പൊ ഞാൻ എങ്ങനെയാ നീ സ്നേഹിച്ച പോലെ വേറൊരാളെ സ്നേഹിക്കുന്നത്? അപ്പൊ കർത്താവ് പറഞ്ഞു, അടുത്ത വാക്യം കൂടെ വായിച്ചോ, 13. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹം ആർക്കും ഇല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ യേശു നമ്മൾ എന്തോരം സ്നേഹിക്കണമെന്ന് അളവും വെച്ചു കൊടുത്തു, മരണം വരെ. നല്ല രസമായി. പഴയ നിയമത്തിൽ ഒരു പ്രമാണം പൂർത്തീകരിക്കാൻ പറ്റാത്ത ആ 250 കിലോ പൊക്കാൻ പറ്റാത്തവനോടാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത് 500 കിലോ പൊക്കിക്കോളും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പുതിയ നിയമത്തിലെ നിയമങ്ങൾ പഴയ നിയമത്തിലെ നിയമങ്ങളെക്കാളും പാടായി. ഇപ്പൊ ഞാൻ എൻ്റെ ശക്തി അനുസരിച്ച് ഒരാളെ സ്നേഹിച്ചാൽ പോരാ, യേശു എന്നെ സ്നേഹിച്ച് അവന്റെ ആത്മാവിൽ നിന്നുണ്ടായ സ്നേഹം ഞാൻ പകരണം. അതും മരണം വരെയാ. നിങ്ങൾ അടുത്തിരിക്കുന്ന ആളെ ഒന്ന് നോക്കിക്ക്, മരിക്കുന്നവരെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ ആളെ? 1000 രൂപ കൊടുക്കാനുള്ള സ്നേഹം പോലും ഇല്ല, അന്നേരമാണ് മരിക്കുന്നവരെ സ്നേഹം. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കിക്കേ, ഈ പുതിയ നിയമത്തിലെ ആ ഒരൊറ്റ പ്രമാണം സകല മനുഷ്യരെയും പാപികളാക്കി മാറ്റി. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത്? ഇനി പത്രോസിൻ്റെ കാര്യത്തോട് നമുക്ക് നോക്കാം. പത്രോസ് യേശുവിനോട് പറഞ്ഞ എന്താണെന്നറിയോ? ഇതിൽ നോക്കുമ്പം എനിക്കൊരു ആശ്വാസക്കുറവുണ്ട്, അതിൽ നോക്കുമ്പോൾ കുറച്ചുകൂടെ ആശ്വാസമുണ്ട്. കാരണം ഇത്തിരി ടൈം വ്യത്യാസമുണ്ട്. ഇതിൽ തീർന്നു, അത് തീർന്നിട്ടില്ല, ഇപ്പോൾ സമയം ഇനിയുണ്ട്. നിങ്ങൾ അതിനാണല്ലോ നോക്കുന്നത്, ഇപ്പോൾ കുഴപ്പമില്ല. പത്രോസ് യേശുവിനോട് പറയാണ്, പത്രോസിനോട് യേശു പറയാണ്, നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് സാത്താൻ ആലോചന ചോദിച്ചു, ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഉടനെ പത്രോസ് പറയുന്നത് എക്സാക്ട്ലി ഇങ്ങനെ അല്ലെങ്കിലും അവൻ്റെ ഭാഷ ഇതാണ്, അവൻ്റെ സ്റ്റൈല്. എൻ്റെ കർത്താവേ, നീ എനിക്ക് വേണ്ടി എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിച്ച് കഷ്ടപ്പെടുന്നത്? കാരണം ഞാൻ വെളിപ്പാടുള്ളവനും നിന്നെ സ്നേഹിക്കുന്നവനുമാണ്. അവൻ പറഞ്ഞ മറുപടി ഇതാണ്, നിന്റെ കൂടെ മരിക്കാനും നിന്റെ കൂടെ തടവിലാകാനും നിശ്ചയിച്ചിരിക്കുന്ന എനിക്ക് വേണ്ടിയാണോ നീ ഇത്രയും കഷ്ടപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചെന്ന് പറയുന്നത്? ഞാൻ ചില്ലറക്കാരനാന്ന് നീ വിചാരിച്ചോ? അപ്പൊ കർത്താവ് പറയും, നീ ചില്ലറക്കാരനൊന്നുമല്ല, പക്ഷെ നേരം വെളുക്കുന്നവരെ പിടിച്ചിരിക്കാനുള്ള കപ്പാസിറ്റി പോലും നിനക്കില്ല. തീരുമാനം എടുക്കാൻ മഹാമിടുക്കനാ, പക്ഷെ 2ന്റെ 3-ാമത്തെ ദിവസം തീരുമാനം എന്താണെന്ന് പോലും ഓർമ്മയില്ലാത്തവനുമാണ്. കഴിഞ്ഞ ജനുവരി 1 എന്ത് തീരുമാനം എടുത്തെന്ന് ചോദിക്കുന്നില്ല. ഒരു 5 വർഷം മുമ്പുള്ള ജനുവരി 1 എന്തെങ്കിലും തീരുമാനം എടുത്തായിരുന്നോ? ആർക്കറിയാം, അതുപോലും ഓർമ്മ പോലും ഇല്ല. എന്നിട്ടും ഇപ്പോഴും പ്രസംഗം കേൾക്കുമ്പം പാസ്റ്റർമാർ പറഞ്ഞ തീരുമാനം എടുക്കുന്ന നേരം വെളുക്കുന്നവരെ പിടിച്ചു നിൽക്കാത്ത തീരുമാനം കൊണ്ട് എന്ത് പ്രയോജനം? തീരുമാനം എടുത്താൽ അത് അനുസരിക്കാണ്ട് ഒരു ശരീരമില്ലാത്തവൻ തീരുമാനം എടുത്തിട്ട് എന്ത് കാര്യം? ഈ ദയനീയ അവസ്ഥയിലോട്ട് നമ്മൾ വന്നിട്ടില്ലെങ്കിൽ രക്ഷകൻ എന്തുമാത്രം നമുക്ക് വേണമെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നർത്ഥം. പാപത്തിന്റെ ആഴങ്ങൾ മനസ്സിലാകുമ്പോഴാണ് രക്ഷകന്റെ ആ രക്ഷ എത്ര ഭയങ്കരമായിരുന്നു നമ്മൾ അറിയുന്നത്. അപ്പൊ ഇവിടെ ആരെയും ബ്ലെയിം ചെയ്യാനില്ല, എല്ലാം ഒരുപോലെ പാപികളായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വേറൊരാളെ നോക്കി അവൻ പാപിയാന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ പാപത്തെ നിഷേധിക്കുക ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ പാപത്തിന്റെ പ്രവൃത്തിയുടെ തലത്തിലേക്ക് എത്തിയിട്ടുള്ളൂ, അതിൽ കൂടുതൽ ആത്മാവ് എന്നെ കാണിച്ചു തന്നിട്ടില്ല. പത്രോസ് അങ്ങനെ ഒരു വീരവാദം അടിച്ചത്, ഞാൻ നിനക്ക് വേണ്ടി മരിക്കും, അത് അകപ്പെ, മരണം വരെയുള്ള സ്നേഹം. മരണം വരെയുള്ള സ്നേഹം പത്രോസ് പറഞ്ഞു. ഞാൻ നിനക്ക് വേണ്ടി മരിക്കാനും നിനക്ക് വേണ്ടി തടവിലാകാനും ഉറപ്പിച്ചില്ല. എനിക്ക് നിന്നോട് അകപ്പെ ഉണ്ട് കർത്താവേ, അവൻ്റെ ഭാഷ. അവനില്ലായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അവസാനം യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്ത് കഴിഞ്ഞ് പത്രോസിനെ വിളിക്കാം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15-ാം വാക്യം വായിക്കാം. വായിച്ചു. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ വാക്ക് എന്താ എഴുതിയേക്കുന്നത്? സ്നേഹിക്കുന്നുണ്ടോ എന്ന വാക്ക്. അത് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത്, നീ എന്നെ അഗപ്പെ എന്ന സ്നേഹം നിനക്ക് എന്നോടുണ്ടോ? ഓക്കെ, അതാ ചോദ്യം. ഉത്തരം, അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്നല്ല, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അവനിപ്പോൾ പറയാൻ പറ്റുന്നില്ല, അവൻ്റെ ഉള്ളിൽ എന്തുണ്ടാകുന്നില്ല? ഈ അഗപ്പെ ഉണ്ടാകുന്നില്ല, അവൻ ഉണ്ടാക്കാനും പറ്റത്തില്ല. അപ്പോൾ അവൻ ഒരിക്കലും അഗപ്പെ ഉണ്ടെന്ന് പറയുന്നില്ല, പ്രിയമുണ്ടെന്നേ പറയുന്നുള്ള. ഗ്രീക്കിൽ അങ്ങനെ തന്നെയാണ്. എനിക്ക് നിന്നോട് ഫിലയോ ഉണ്ടെന്നാണ്, അഗപ്പെ ഇല്ല. പിന്നെ എന്തുണ്ട്? യേശു ചോദിക്കുന്ന അഗപ്പെ ഉണ്ടോ? ഉത്തരം, ഫിലയോ ഉണ്ട്. അടുത്ത ചോദ്യം,
അടുത്ത ചോദ്യം. യേശു പിന്നെ അവനോട് രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അഗപ്പയാണെങ്കിൽ പോലും അവിടെ മറ്റുള്ളവരെ മാറ്റി നിർത്തി. ഇന്ന് ഇവരിൽ അധികമായി എന്ന് പറയുന്നില്ല. നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ അപ്പൊ രണ്ടാമതും അഗപ്പയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്താ പറയുന്നത്? എനിക്ക് നിന്നോട് ഫീലയോ ഉണ്ട്. കാരണം അവൻ ഇപ്പം മനസ്സിലായി, ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല, ഈ സംഗതി ഉള്ളിൽ ആ ഹോർമോണുകൾ ഇത് ഉണ്ടാക്കുന്നില്ല, പിന്നെ എന്ത് ചെയ്യും? ഓക്കെ, അടുത്തത്. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട്. അപ്പൊ യേശു അങ്ങോട്ട് ഇറങ്ങി വന്നു, ഈ ഫീലയുടെ തലത്തിലോട്ട് ഇറങ്ങി വന്നു, മനുഷ്യന് പറ്റുന്ന അത്രയും. അപ്പൊ ചോദിക്കുക, നിനക്കൊരു മനുഷ്യനോട് തോന്നുന്ന സ്നേഹമെങ്കിലും എന്നോടുണ്ടോ? ഈ ചോദ്യം ഇങ്ങനെ വന്നപ്പോൾ പത്രോസ് കരഞ്ഞു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമത് ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ചു. എന്നിട്ട് പറഞ്ഞു, കർത്താവേ, നീ സകലം അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നും അഗപ്പേ ഇല്ല എന്നും നീ തന്നെ അറിയുന്നു. നേരത്തെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി, പിടിച്ചു നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഐ ആം ഹെൽപ്ലെസ്. അടുത്ത വാക്യം 18. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സായ ശേഷമോ നീ കൈ നീട്ടുകയും വേറൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനർത്ഥം എന്താ? അടുത്ത വാക്യം. അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് സൂചിപ്പിച്ചു. ഇത്രയും നന്ന് ആലോചിച്ച് നോക്കിക്കേ. യൗവനക്കാരനായിരുന്നപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് അവൻ്റെ നടപ്പ്, അവൻ്റെ ദൈവം അവൻ തന്നെ. അവൻ്റെ ഇഷ്ടങ്ങൾ സാധിക്കാൻ വേണ്ടിയാണ് അവൻ പ്രാർത്ഥിക്കുന്നതും എല്ലാം. അവൻ അകപ്പെ ആരോടും ഇല്ല, അവനോടുള്ള ആ സ്നേഹമാണ് അവനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. എൻ്റെ കുടുംബം, ഞാൻ, അവർ സുഖമായിരിക്കണം, ജീവിക്കണം. അതിനുവേണ്ടി ദൈവം എങ്കിൽ ദൈവം, പിശാചെങ്കിൽ പിശാച്, കൂടോത്രം എങ്കിൽ കൂടോത്രം. നമുക്ക് ദൈവം, അവർക്കതല്ല. എന്തായാലും ശരി, ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ഞാൻ തന്നെയാണ് എൻ്റെ ലക്ഷ്യം. ഇതാണ് യൗവനക്കാരനായിരുന്നപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ നടന്നു. നേരത്തെ ശബരിമലയിൽ പോകുമായിരുന്നു, ഇപ്പം ഉപവാസം എടുക്കുന്നു. ഈ രണ്ട് വ്യത്യാസമുള്ളൂ. സത്യം പറഞ്ഞ ലക്ഷ്യവും ഉദ്ദേശമല്ല ഒന്ന് തന്നെ, അവനവൻ്റെ ജീവിതം. ഞാൻ അരക്കെട്ടി എനിക്കിഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷം എന്ത് സംഭവിക്കും? നീ കൈ നീട്ടും, അത് പ്രധാനമാണ്. നീ കൈ നീട്ടും. എന്തിനാ? വേറൊരുത്തൻ നിന്നെ നിയന്ത്രിച്ച് അരക്കി കെട്ടി നിനക്കിഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകും. അങ്ങനെ നീ മരിക്കാൻ വേണ്ടി കൈ നീട്ടി കൊടുക്കും. അപ്പൊ അവൻ അകപ്പ ഉണ്ടാവോ? അകപ്പ ഉണ്ടാവോ? ഉണ്ടാവും. അവൻ ആ മരിക്കുന്ന സമയമാകുമ്പോഴേക്കും അവൻ്റെ ഉള്ളിൽ എന്ത് നിറയും? നമ്മുടെ ശരീരത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത, കൽപ്പനകൾക്കുണ്ടാക്കാൻ പറ്റാത്ത, ദൈവത്തിൻ്റെ ജീവനാൽ നമ്മളിലേക്ക് പകർത്തപ്പെടുന്ന ദൈവസ്നേഹമെന്ന അകപ്പെ അവൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ട് അവൻ യേശുവിന് വേണ്ടി സന്തോഷമായിട്ട് മരിക്കാൻ കൈനീട്ടി കൊടുക്കും. പത്രോസിൻ്റെ ലേഖനം നിങ്ങൾ വായിച്ചു നോക്കിക്കേ. മരിക്കാൻ തയ്യാറായ ഒരു വിശുദ്ധൻ കഷ്ടതകൾ എത്ര സന്തോഷമായിട്ടാണ് സ്വാഗതം ചെയ്യുന്നതെന്ന്. കാരണം അവനല്ല അത് ചെയ്യുന്നത്, അവനിൽ വ്യാപരിക്കുന്ന യേശുവിൻ്റെ ജീവനാണ്. അതുകൊണ്ടാണ് വേദവസ്തം പറയുന്ന കൽപ്പനകളാൽ നമ്മളെ രക്ഷിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അല്ലേ. ഈ 500 കിലോ കല്ല ഇപ്പോൾ ഇരിക്കുന്നത്, പുതിയ നിയമം വന്നപ്പോഴേക്കും. ഈ 500 കിലോ കല്ലിരിക്കുമ്പം നമ്മൾ എങ്ങനെ രക്ഷയെക്കുറിച്ച് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നറിയോ? എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, ഞാൻ തൊടുക പോലും ഇല്ല 500 കിലോ. എനിക്കറിയാം, നേരത്തെ തൊടാൻ പോലും എനിക്ക് പറ്റത്തില്ല. പിന്നെ എൻ്റെ നോട്ടം എവിടെ ആയിരിക്കും? എനിക്കൊരു 500 കിലോ പൊക്കിയ ഒരാളെ അറിയാം. അതാരാ? മരണം വരെ സ്നേഹിച്ച ഒരാളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി വേറൊരാൾ ഈ പണി ചെയ്യണം. എത്രവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പോൾ എൻ്റെ ഹെൽപ്ലെസ്നെസ്സിൽ ഞാൻ നോക്കുക, കർത്താവെ, നിന്നിലായാലേ എനിക്ക് രക്ഷയുള്ളൂ. നീ എനിക്ക് പകരം ചെയ്താലേ രക്ഷയുള്ളൂ. ഞാൻ ചെയ്യേണ്ട പ്രവൃത്തികൾ നീ എന്നിൽ ജീവിച്ച് നീ ചെയ്യണം. എത്രവർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ക്രൂശിൽ നീ എനിക്ക് പകരക്കാരനായി മരിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നീ എനിക്ക് പകരക്കാരനായി ജീവിക്കണം. അപ്പൊ യേശു എനിക്ക് പകരക്കാരനായി ഇന്ന് എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഞാനല്ല, ക്രിസ്തു എനിക്ക് പകരക്കാരനായിരിക്കണം. കാരണം 500 കിലോ പൊക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അകപ്പ എവിടെ ഇല്ല? എൻ്റെ ഉള്ളിലില്ല. പകരം ആരിലേ ഉള്ളൂ? യേശുവിലേ ഉള്ളൂ. അതാ 8-ാം അധ്യായത്തിൽ ഇതിന് ഉത്തരം പറയുന്നത്. യേശു ക്രിസ്തുവിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം നമുക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. നമ്മൾ എങ്ങനെ രക്ഷപ്പെട്ടെന്നറിയോ? മരണത്തിന്റെ പ്രമാണം വഴിയല്ല, പിരിച്ചുവിടലിന്റെ നിയമങ്ങൾ വഴിയല്ല, പിന്നെയോ നമ്മുടെ ഉള്ളിലേക്ക് ആത്മാവിനാൽ പകർന്ന യേശുവിൻ്റെ ജീവൻ വഴിയാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ജീവന്റെ പ്രമാണം. റോമാലേഖനം 5:10 പറയുന്നു, യേശുവിൻ്റെ ജീവൻ നമ്മൾ വ്യാപരിക്കുന്നു. ശത്രുക്കളായിരിക്കുമ്പോൾ അവൻ്റെ പുത്രന്റെ മരണത്താൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം അവൻ്റെ ജീവനാൽ നമ്മൾ എത്രയധികമായി രക്ഷിക്കപ്പെടും.
നമുക്ക് രക്ഷപ്പെടാൻ അവൻ്റെ ജീവൻ വേണം. അത് ആത്മാവാണ് നമുക്ക് തരുന്നത്. ആത്മാവിൻ്റെ നിറവുള്ളവർക്കേ യേശുവിൻ്റെ ജീവൻ ആത്മാവിൻ്റേത് അന്വേഷിക്കാൻ സാധിക്കുള്ളൂ. യേശുവിൻ്റെ ജീവനിലല്ലാതെ നമുക്ക് രക്ഷയില്ല. ഒരു കൽപ്പനയും അനുസരിക്കാനും നമുക്ക് സാധിക്കില്ല. പ്രാണന്റെ ആളുകൾ ദൈവത്തോട് വിലപേശുക. ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ല കർത്താവേ, എനിക്ക് തരാനുള്ളത് താ. കർത്താവ് പറയാൻ നീ ഒന്നും ചെയ്തിട്ടില്ല, സീറോയാ. പിന്നെ നിനക്ക് ഈ ജീവിതം ഉള്ളല്ലോ, അതുകൊണ്ട് നീ ഇവിടെ എൻജോയ് ചെയ്തോ. ഇവൻ വിചാരിക്കുക ഞാൻ ചെയ്തതിൻ്റെ പ്രതിഫലം തന്നാന്ന്. ദയനീയ അവസ്ഥയിലാണ് നമ്മൾ കിടക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, പാപത്തെക്കുറിച്ചുള്ളൊരു ആഴമായ ദർശനം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവത്തോട് നിലവിളി ഉണ്ടാകണം. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനെയും രക്ഷിക്കാൻ ദൈവം ഒരു വഴി വെച്ചിട്ടുണ്ട്. അവനെ വിളിച്ചപേക്ഷിക്കാൻ ഇന്ന് രാത്രി നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ പാപങ്ങൾ എത്ര ആഴത്തിൽ നമ്മുടെ ഉള്ളിൽ എൻറ്റാങ്കിളിങ് സിൻ എത്ര ആഴമായി നമ്മളിൽ ഉണ്ടെന്ന് അറിയുമ്പോൾ വേറൊരാളിലേക്ക് ചൂണ്ടുന്ന വിരൽ എന്നിലേക്ക് ചൂണ്ടാനുള്ള സത്യസന്ധത എനിക്കുണ്ടെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ എൻ്റെ മനസാക്ഷി കോടതികൾ തകരുമെങ്കിൽ അവൻ നമ്മെ രക്ഷിക്കുന്നത് എങ്ങനെയാണെന്നുള്ള മാജിക് അത്ഭുതം നമ്മൾ നാളെ അത് കാണാൻ പോവുകയാണ്. നമ്മൾ എങ്ങനെ പരിവർത്തനം ചെയ്യാൻ പോകുന്നത്, വിശ്വാസം എങ്ങനെയാണ് നമ്മളെ മാറ്റാൻ പോകുന്നത്. നമ്മൾ നാളെ രാവിലെ തുടങ്ങാൻ പോകുന്നത് പാപത്തിൻ്റെ 4ാമത്തെ തലം പറഞ്ഞുകൊണ്ടാണ്. അതാണ് നമ്മളെ ശരിക്കും കർത്താവിനുള്ളവരാണോ ലോകത്തിനുള്ളവരാണോ എന്ന് വേർതിരിക്കുന്നത്. ഈ പാപത്തിൻ്റെ സെൻസിറ്റിവിറ്റിയാണ്. അത് നമ്മൾ നാളേക്ക് വെക്കുന്നു. നമ്മുടെ മുൻപിൽ എടുത്താൽ പൊങ്ങാത്തൊരു ഭാരം വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന പകരക്കാരനെയാണ്. ഇതെടുത്ത് പൊക്കാൻ പറ്റുന്ന ആരുണ്ട്? എന്നെക്കൊണ്ട് പറ്റില്ല. ഇന്ന് രാത്രി ചോദിക്കും ഇതെടുത്ത് പൊക്കാൻ പറ്റുന്ന ആരുണ്ട്? ഇത് ജീവിതത്തിലെ ഭാരങ്ങളെക്കുറിച്ചല്ല. എനിക്ക് എൻ്റെ ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. പകരം കർത്താവേ, നീ എന്നിൽ ജീവിച്ച് അവനോട് എൻ്റെ ജീവനിലൂടെ അവനോട് ക്ഷമിക്കണം. എൻ്റെ ശരീരത്തിലൂടെ എൻ്റെ കണ്ണുകളിലൂടെ അവനോട് ക്ഷമിക്കണം. നിൻ്റെ അകപ്പെ ആ ജീവൻ എൻ്റെ ഉള്ളിലൂടെ നിൻ്റെ ആത്മാവിനാൽ വ്യാപരിക്കണം. ആത്മാവിൻ്റെ ഫലം ആ സ്നേഹം. അത് അകപ്പയാ, മരിക്കുന്നവരെയാ. ഈ ജീവനാണ് നമ്മളെ രക്ഷിക്കുന്നത്, നമ്മുടെ പ്രവൃത്തികളല്ല. നമ്മുടെ പ്രവൃത്തികൾക്കെല്ലാം 0 മാർക്കാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഞാൻ എക്സാം എഴുതിയ 0യാ. അപ്പം സാറ് പറയാം, ഈ പുതിയ സാറ് ഭയങ്കര കരുണാമയനാ. പുതിയ സാറ് പറയാം, എടാ മോനെ നീ എല്ലാത്തിനും 0 ആണല്ലോടാ. ആണ് കർത്താവേ, നിനക്ക് ജയിക്കണം. നീ ഒരു കാര്യം ചെയ്യാവോ, ഞാൻ നിന്റെ എക്സാം എഴുതിക്കോളാം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഞാൻ മാർക്കിടുന്ന എക്സാം നിനക്ക് പകരം ഞാൻ എഴുതിക്കോളാം. പക്ഷെ നീ ഉണ്ടാകരുത്, നീ ചത്തോണം, നീ മരിക്കണം. നീ മാറിയിരുന്നാൽ ഞാൻ നിനക്ക് വേണ്ടി ഇത് എഴുതിക്കോളാം. നീ ഇടപെടാതിരുന്നാൽ. അങ്ങനൊരു പകരക്കാരൻ നമുക്ക് വേണ്ടി ഓരോ ദിവസവും എക്സാം എഴുതുന്നുണ്ട്. ഓരോ ദിവസവും, ഓരോ നിമിഷവും കൃപാസനത്തിൽ നിന്ന് ഒഴുകുന്ന ദൈവകൃപ നമ്മുടെ പകരക്കാരനെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇന്ന് നിങ്ങൾക്ക് എഴുതാൻ വയ്യാത്തൊരു എക്സാം നിങ്ങളുടെ മുമ്പിലുണ്ടോ? ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ടോ? സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ടോ? ആ എക്സാം 0 അല്ല, നിങ്ങൾ കിട്ടാൻ പോകുന്ന 100 കാരണം നിങ്ങൾക്കൊരു പകരക്കാരനുണ്ട്. ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. അവൻ്റെ ജീവനാണ് നമ്മുടെ ജീവൻ്റെ പകരക്കാരൻ. അത് ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് നമുക്കത് സാധിക്കുന്നത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നാളെ കാണാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ റോമാലേഖനം 7-ാം അധ്യായം നിങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. 1, 2, 3 പറ്റുന്നിടത്തോളം റോമാലേഖനം ഇന്ന് പറഞ്ഞ അധ്യായങ്ങൾ വായിച്ചാൽ ഇത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും, ആത്മാവിലേക്ക് വരും. എനിക്കിതിനൊന്നും ശക്തിയൊന്നുമില്ല, പക്ഷെ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്. അതിന് ഹൃദയങ്ങളെ തുറക്കാനുള്ള അധികാരമുണ്ട്. അത് വായിക്കുമ്പോൾ നിങ്ങൾക്കത് ജീവനായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.